ഹലോ, വെൽക്കം ബാക്ക് ടു ഫിന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഡേ ആണ്. 60 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാനിൽ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. പഞ്ചസാരയുടെ ഘടകങ്ങൾ കാർബണും ജലവുമാണ്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് സർ ഹംഫ്രി ഡേവി 1806 കണ്ടുപിടിച്ചു. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിക്കാമെന്ന് സർ ഹംഫ്രി ഡേവി 1806 കണ്ടുപിടിച്ചു. ഹൈഡ്രജൻ ഓക്സിജൻ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു. പഞ്ചസാര എന്ന ശുദ്ധപദാർത്ഥത്തെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ കഴിയും. മൂലകങ്ങളും സംയുക്തങ്ങളും നോക്കാം. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളെ മൂലകങ്ങൾ എന്ന് പറയുന്നു. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ചിട്ട് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളെ മൂലകങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം ഹൈഡ്രജൻ. രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ഉദാഹരണം ജലം, പഞ്ചസാര. ബെർസെലിയസ്. ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസെലിയസ് എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. സെലിനിയം, തോറിയം, സീറിയം എന്നീ മൂലകങ്ങൾ ബെർസെലിയസ് കണ്ടുപിടിച്ചു. അപ്പം ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചതാണ് ബെർസെലിയസ്. സെലിനിയം, തോറിയം, സീറിയം എന്നീ മൂലകങ്ങൾ ബെർസെലിയസ് കണ്ടുപിടിച്ചു. പ്രതീകങ്ങൾ. മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു. മൂലകം കാർബൺ സി ആണ്. ഓക്സിജൻ O ആണ്. നൈട്രജൻ N ആണ് പ്രതീകം. ഹൈഡ്രജൻ H ആണ്. സൾഫർ S ആണ്. ചില മൂലകങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരത്തിന് പുറമെ രണ്ടാമത്തെ അക്ഷരവും ഉപയോഗിക്കുന്നു. കാൽസ്യം Ca, ക്ലോറിൻ Cl, ക്രോമിയം Cr, ബ്രോമിൻ Br, ബെറിലിയം Be. ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അവയുടെ ലാറ്റിൻ ഭാഷയുടെ പേരുകളിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. സോഡിയം, നാട്രിയം Na, പൊട്ടാസ്യം, കാലിയം K, കോപ്പർ, കുപ്രം Cu, അയൺ, ഫെറം Fe. ആറ്റവും തന്മാത്രയും. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. സ്വതന്ത്രമായും സ്ഥിരമായിട്ടും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. ഏകാറ്റോമികം ഒരാറ്റം മാത്രമുള്ളത് Ar. ആർഗണും ഹീലിയവുമാണ്. ദ്വയാറ്റോമികം 2 ആറ്റങ്ങൾ ഉള്ളതാണ് H2ഉം Cl2ഉം. അപ്പം ഹൈഡ്രജനും ക്ലോറിനും. ബഹു ആറ്റോമികമാണെങ്കിൽ 2ലധികം ആറ്റങ്ങൾ ഉള്ളവ P4ഉം S4ഉമാണ്. S8ഉമാണ്. അപ്പോൾ P4ഉം S8ഉമാണ്. സൾഫറും ഫോസ്ഫറസും. ഇനി രാസസമവാക്യങ്ങൾ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ അഭികാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അഭികാരകങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കും. ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങളെ സമീകൃത രാസവാക്യങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അടുത്ത ചാപ്റ്ററാണ് ആറ്റത്തിൻ്റെ ഘടന. 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ് ആറ്റത്തിൻ്റെ ഘടന. തന്മാത്രകൾ വീണ്ടും ചെറുതാക്കാനാകുമെന്നും അപ്പോൾ കിട്ടുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ. ആറ്റങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് ആശയങ്ങൾ പറഞ്ഞത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു. അതിനാൽ ഈ അസുഖം ഡാൾട്ടണിസം എന്ന് പറയുന്നു. ആറ്റോമിക സിദ്ധാന്തത്തിലെ ആശയങ്ങൾ. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അതുപോലെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുള്ള ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 2ഓ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ആറ്റത്തേക്കാൾ ചെറിയ കണങ്ങൾ. സർ ഹംഫ്രി ഡേവി. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ എന്നിവ ഇതിൽപ്പെടുന്നു.
ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു. ഈ പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളാണ് ഉള്ളതെന്നും എന്നീ ചാർജുകൾ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്നീ ചാർജുകൾ ഉള്ളതെന്നും സമർത്ഥിച്ചു. മൈക്കൽ ഫാരഡെ വൈദ്യുതിയുടെ പിതാവാണ്. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചു. ദ്രാവക പദാർത്ഥങ്ങളെ വൈദ്യുതി കടത്തിവിട്ട് അവയുടെ ഘടകങ്ങൾ ആക്കാമെന്ന് കണ്ടെത്തി. ഹെൻറിച്ച് ഗ്ലീസർ ആണെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് അഥവാ വാക്വം ട്യൂബിന് രൂപം കൊടുത്തു. വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു. ജൂലിയസ് പ്ലക്കർ വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുന്നത്. ഇത് വൈദ്യുത ഡിസ്ചാർജ് എന്നറിയപ്പെടുന്നു. ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്നും പുറത്തു വരുന്ന തിളക്കത്തിന് കാരണമായിട്ടുള്ള രശ്മികൾ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം കാണാൻ കഴിഞ്ഞു. വില്യം ക്രൂക്ക് കാഥോഡ് റേ ട്യൂബുകളിൽ മർദ്ദം കുറയ്ക്കുമ്പോൾ ട്യൂബിനുള്ളിൽ നിരീക്ഷിച്ച മാറ്റങ്ങളിൽ നിന്നും കണ്ടെത്തിയ നിഗമനങ്ങൾ ആറ്റത്തെ വിഭജിക്കാനാകുമെന്നും ആറ്റങ്ങൾ സൂക്ഷ്മങ്ങളായിട്ടുള്ള സബ് ആറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും കണ്ടെത്തി. ടിവിയുടെ പിക്ചർ ട്യൂബ്, എക്സ്റേ ട്യൂബ് എന്നിവ കാഥോഡ് റേ ട്യൂബുകളാണ്. യൂഗൻ ഗോൾഡ്സ്റ്റീൻ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലെ വാതകത്തിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തി. വില്യം റോൺസൺ എക്സ്റേ കണ്ടുപിടിച്ചു. വൈദ്യശാസ്ത്ര രംഗത്തും വ്യാവസായിക നിർമ്മാണ രംഗത്തുമൊക്കെ എക്സ്റേ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ജെ തോംസൺ ആറ്റത്തെ വിഭജിക്കാനാകുമെന്നും ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ എന്നും കണ്ടെത്തി. റുദർഫോർഡ് പ്രോട്ടോൺ കണ്ടുപിടിച്ചു. ന്യൂക്ലിയസിന്റെ ആറ്റത്തിന്റെ കേന്ദ്രമാണെന്ന് കണ്ടെത്തി അവിടെ പോസിറ്റീവ് ചാർജ് മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് പ്രസ്താവിച്ചു. ജെയിംസ് ചാഡ്വിക്ക് ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്നും മാസുള്ള കണങ്ങളായിട്ടുള്ള പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസ് ഇല്ലാത്തതിനാൽ ഒരാറ്റത്തിന്റെ മാസ് മുഴുവനും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മൂലകത്തിൽ ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ്. അവയുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്. ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജാണുള്ളത്. മാസ് തീരെ കുറവാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗം മാത്രമേ ഇലക്ട്രോണിന് ഉള്ളൂ. ന്യൂക്ലിയസിന്റെ പുറത്തായിട്ട് കാണപ്പെടുന്നു. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണ്. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ന്യൂട്രോണ് ചാർജ് ഇല്ല. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ന്യൂക്ലിയസിൽ കാണുന്നു. റുദർഫോർഡിന്റെ സൗരയൂഥ മാതൃക. റുദർഫോർഡ് ആറ്റത്തിന്റെ ഒരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിൽ ആണ് എന്നും റുദർഫോർഡ് കണ്ടെത്തി. ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്. കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റുന്നു. ഇനി ബോർ ആറ്റം മാതൃകയാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്ന നിശ്ചിത ഓർബിറ്റലുകളിൽ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോൺ ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിലെ ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും. ഷെല്ലുകൾ ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4 എന്ന നമ്പർ നൽകിയോ 1, 2, 3, 4 എന്ന നമ്പർ നൽകിയിട്ടോ അല്ലെങ്കിൽ KLMNO എന്ന ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിന്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നു. ഇതിനെ Z എന്ന് സൂചിപ്പിക്കുന്നു. ആറ്റോമിക നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം. മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. ന്യൂട്രോണുകളുടെ എണ്ണം മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ. ആറ്റത്തിന്റെ മറ്റു കണികകൾ. പ്രോട്ടോണ്, ഇലക്ട്രോൺ, ന്യൂട്രോൺ, മീസോൺ, ന്യൂട്രിനോ, ആന്റി ന്യൂട്രിനോ, പ്രോസിട്രോൺ തുടങ്ങിയ കണങ്ങൾ ആറ്റത്തിനുണ്ട്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n². n ഷെല്ലിന്റെ സംഖ്യയാണ്. ഷെല്ലിന്റെ പേര്, സംഖ്യ, പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. K ഷെല്ലിൽ 1 സംഖ്യ 1 ആണ്. അപ്പോൾ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 × 1² 2 ആണ്. ഇനി L ഷെല്ലിൻ്റെ പേരാണെങ്കിൽ 2 സംഖ്യയാണെങ്കിൽ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 × 2² 8 ആണ്. ഇനി ഷെല്ലിൻ്റെ പേര് M ആണ്. 3 ആണ് സംഖ്യ. അതിൽ 2 × 3² 18. ഇനി ഐസോടോപ്പാണ്. ഐസോടോപ്പ് എന്ന് പറയുന്നത് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ഒരേ ആറ്റോമിക നമ്പറാണ്, വ്യത്യസ്ത മാസ് നമ്പർ ഉള്ള മൂലകത്തിൻ്റെ
വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ടോപ്പിൽ വ്യത്യാസമുള്ളതെന്ന് ഓർത്തു വെക്കുക. അപ്പം അതിൽ ഇനി ഐസോബാറാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ ഐസോബാർ എന്ന് പറയുന്നു. ഒരേ ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ ഐസോടോണുകളാണ്. ഒരേ ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോടോണുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ ഐസോബാർ എന്ന് പറയുന്നു. അപ്പോൾ ഐസോബാർ ആണെങ്കിൽ ഐസോടോപ്പിൽ നിന്നും തിരിച്ചിട്ട് കേട്ടോ. ഇനി ഒരേ ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളാണ് ഐസോടോണുകൾ. ഐസോടോപ്പിൻ്റെ ഉപയോഗങ്ങൾ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഐസോടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയമാണ്. ഫോസിലുകളുടെയും ചരിത്രാതീത കാലം വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കാർബൺ 14 ഉപയോഗിക്കുന്നു. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായിട്ട് ഫോസ്ഫറസ് 31 ഉപയോഗിക്കുന്നു. അയഡിൻ 131, കൊബാൾട്ട് 60 മുതലായവ വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്നു. യുറേനിയം 235 ആണവ നിലയങ്ങളിലെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ചാപ്റ്റർ പദാർത്ഥ സ്വഭാവം എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ്. പദാർത്ഥം, ദ്രവ്യം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായിട്ടുള്ള എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കുന്നു. പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥയുമാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി ഉത്പതനം. ഖര പദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകം ആകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഇത്തരം വാതകങ്ങൾ തണുപ്പിച്ചാൽ ഖരമായിട്ട് മാറും. ഉദാഹരണം പാറ്റ ഗുളിക, അയഡിൻ. വ്യാപനം. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്ന പ്രതിഭാസമാണ് വ്യാപനം. ശുദ്ധ പദാർത്ഥങ്ങൾ ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ. ജലം, ഉപ്പ്. മിശ്രിതങ്ങൾ. വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. ഉപ്പുവെള്ളം. സ്വേദനം. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആകുന്ന അവസ്ഥ. തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾ തിളനിലയും വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അവ വേർതിരിക്കുവാനും സ്വേദന പ്രക്രിയ ഉപയോഗിക്കാം. ആംശിക സ്വേദനം. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ആംശിക സ്വേദനം. ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ പെട്രോൾ ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ. ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ആംശിക സ്വേദനം. സെപ്പറേറ്റിംഗ് ഫണൽ. പരസ്പരം കലരാതെ ദ്രാവകങ്ങളുടെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കുവാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. സെൻട്രിഫ്യൂഗേഷൻ. കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗമാണ്. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം സെൻട്രിഫ്യൂഗേഷൻ. ക്രൊമാറ്റോഗ്രഫി. ഒരേ ലായകത്തിൽ നിന്നും അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി. കേശികത്വവും അതിശോഷണവും. സൂക്ഷ്മസുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അടുത്ത ചാപ്റ്ററാണ് രാസബന്ധനം. രാസബന്ധനം എന്നുള്ള 9ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുള്ള മൂലകങ്ങൾ രാസികമായി സ്ഥിരതയുള്ള മൂലകങ്ങളായതിനാൽ സാധാരണ അവ മറ്റു മൂലകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ഉദാഹരണം നിയോണ് 2 8 ആണ്. ആർഗണ് 18 2 8 8. ക്രിപ്റ്റോണ് 2 8 18 8.
ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണമാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നറിയപ്പെടുന്നത്. രാസബന്ധനം രാസപരമായി സ്ഥിരതയില്ലാത്ത മൂലക ആറ്റങ്ങൾ സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടി മറ്റ് ആറ്റങ്ങളുമായി ചേർന്ന് തന്മാത്രകളായി മാറുന്നു. തന്മാത്രകളിലെ ആറ്റങ്ങൾ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആകർഷണ ബലത്തെ രാസബന്ധനം എന്ന് പറയുന്നു. വിവിധ രീതിയിൽ ആറ്റങ്ങൾ പരസ്പരം യോജിപ്പിച്ചാണ് മൂലക തന്മാത്രകളും സംയുക്തങ്ങളും ഉണ്ടാകുന്നത്. അയോണിക ബന്ധനം എന്താണെന്ന് നോക്കാം. സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടി പരസ്പരം ഇലക്ട്രോണുകളുടെ കൈമാറ്റം ചെയ്ത് ആറ്റങ്ങൾ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം നേടിയാൽ തന്മാത്രകളായിട്ട് മാറും. ഇത്തരത്തിൽ ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ അയോണിക ബന്ധനം എന്ന് പറയാം. സോഡിയം ക്ലോറൈഡ് തന്മാത്ര അയോണിക ബന്ധനത്തിലൂടെ രൂപപ്പെടുന്ന ഒരു സംയുക്ത തന്മാത്രയാണ്. അതിലെ ഘടകമൂലകങ്ങളായിട്ടുള്ള സോഡിയം 11 ഇലക്ട്രോൺ വിന്യാസം 2, 8, 1, ക്ലോറിൻ്റേത് 17 ആണ്. 2, 8, 7 തന്മാത്രാ രൂപീകരണ സമയത്ത് ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് സോഡിയം അയോണായിട്ടും ക്ലോറിൻ ആറ്റം ഈ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ക്ലോറിൻ അയോണായിട്ടും മാറും. വിപരീത ചാർജുള്ള ഈ അയോണുകൾ തമ്മിലുള്ള വൈദ്യുതാകർഷണ ബലമാണ് അവയെ ബന്ധിപ്പിച്ച് നിലനിർത്തുന്നത്. ഇലക്ട്രോൺ കൈമാറ്റത്തിലൂടെ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസങ്ങൾ യഥാക്രമം 2, 8, 8 അങ്ങനെയായിട്ട് മാറുന്നു. അതായത് രണ്ടിൻ്റെയും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആവുകയും സ്ഥിരത കൈവരികയും ചെയ്യുന്നു. NaClൻ്റെ ബോർ മാതൃക ചിത്രീകരണം നമുക്ക് അതിലുണ്ട്. അപ്പോൾ അതിൽ സോഡിയത്തിന് ആദ്യം ബാഹ്യതമ ഷെല്ലിൽ 1 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ 7 ഉണ്ടായിരുന്നു. അപ്പം അവർ അയോണിക ബന്ധനത്തിൽ ഏർപ്പെട്ടതിന് ശേഷം രണ്ടിലും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളായിട്ട് മാറുന്നു. അയോണിക സംയുക്തം അയോണിക ബന്ധനത്തിലൂടെ ഉണ്ടാകുന്ന സംയുക്തങ്ങളെ അയോണിക സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു. സോഡിയം ക്ലോറൈഡ്, സോഡിയം ഫ്ലൂറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഫ്ലൂറൈഡ് തുടങ്ങിയ അയോണിക സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. സോഡിയം ക്ലോറൈഡ്, സോഡിയം ഫ്ലൂറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഫ്ലൂറൈഡ്. ഇനി സഹസംയോജക ബന്ധനം. ചില തന്മാത്രകളിൽ ആറ്റങ്ങൾ പങ്കുവെച്ച് സ്ഥിരത കൈവരിക്കുന്നു. ഇത്തരത്തിലുള്ള ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവെച്ചുണ്ടാകുന്ന രാസബന്ധനത്തെ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നു. സഹസംയോജന ബന്ധനത്തിലൂടെ ഉണ്ടാകുന്ന സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം, ഫ്ലൂറിൻ തന്മാത്ര നമ്പർ 9 ആയിട്ടുള്ള ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളാണുള്ളത്. അതിനാൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം നേടുന്നതിനായിട്ട് 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ ഓരോ ഇലക്ട്രോണുകളുടെ വീതം പരസ്പരം പങ്കുവെച്ച് സഹസംയോജക ബന്ധനത്തിലൂടെ ഫ്ലൂറിൻ തന്മാത്രയായിട്ട് മാറുന്നു. ഇനി ഏകബന്ധനമാണ്. ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധകത്തെ ഏകബന്ധനം എന്ന് പറയുന്നു. ഫ്ലൂറിൻ, ക്ലോറിൻ എന്നീ മൂലക തന്മാത്രകളിൽ ഏകബന്ധനമാണുള്ളത്. പ്രതീകങ്ങൾക്കിടയിൽ ഒരു ചെറിയ വര കൊണ്ടാണ് ഏകബന്ധനത്തെ സൂചിപ്പിക്കുന്നത്. ദ്വിബന്ധനം. 2 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനത്തെ ദ്വിബന്ധനം എന്ന് പറയുന്നു. ഓക്സിജൻ തന്മാത്രയിൽ ദ്വിബന്ധനമാണുള്ളത്. പ്രതീകങ്ങൾക്കിടയിൽ 2 വരയാണ് എന്ന ചിഹ്നം ഉപയോഗിച്ചാണ് ദ്വിബന്ധനം സൂചിപ്പിക്കുന്നത്. ത്രിബന്ധനം. 3 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധമാണ് ദ്വിബന്ധനം. ത്രിബന്ധനത്തിലൂടെയുള്ള നൈട്രജൻ തന്മാത്ര ഉണ്ടാകുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിനുള്ള ഒരു സ്കെയിലാണ് ലീനസ് പോളിംഗ് ആവിഷ്കരിച്ചിട്ടുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയില്. ഇതനുസരിച്ച് മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി 0-നും 4-നും ഇടയ്ക്കാണ്. ഏറ്റവും കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റിയുള്ള മൂലകം ഫ്ലൂറിനാണ്. അപ്പം ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിനുള്ള ഒരു സ്കെയിലാണ് ലീനസ് പോളിംഗ് ആവിഷ്കരിച്ച ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയില്. ഇതനുസരിച്ചിട്ട് മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി 0-നും 4-നും ഇടയ്ക്കാണ്. ഏറ്റവും കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലൂറിനാണ്. സഹസംയോജനത്തിൽ ഏർപ്പെട്ട ആറ്റങ്ങളുടെ ബന്ധിത ഇലക്ട്രോണുകളുടെ ആകർഷിക്കുവാനുള്ള അതാത് ആറ്റങ്ങളുടെ കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു സംയുക്ത മൂലകത്തിലെ ഇലക്ട്രോനെഗറ്റിവിറ്റികൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംയുക്തം അയോണികമാണോ സഹസംയോജകമാണോ എന്ന് കണ്ടെത്താൻ കഴിയും. ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആയാൽ അയോണിക സംയുക്തമാകാനും 1 പോയിന്റിൽ കുറവായാൽ സഹസംയോജക സംയുക്തമാകാനും സാധ്യതയുള്ളത്.
ഇനി പോളാർ സംയുക്തമാണ്. സംയുക്ത തന്മാത്രകളിലെ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ കൂടിയ ആറ്റം ബന്ധിത ഇലക്ട്രോണുകളുടെ അതിൻ്റെ ന്യൂക്ലിയസിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കുന്നത് മൂലം ആ ഇലക്ട്രോണിന് ആ ആറ്റത്തിന് നേരിയ നെഗറ്റീവ് ചാർജും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റത്തിന് നേരിയ പോസിറ്റീവ് ചാർജും ലഭിക്കും. ഭാഗികമായിട്ടുള്ള വൈദ്യുതാചാരമുള്ള ഇത്തരം സംയുക്തങ്ങളെ പോളാർ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു. സംയോജകത. ആറ്റങ്ങൾ സംയോജിച്ചാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. പങ്കെടുക്കുമ്പോൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അതിൻ്റെ സംയോജകത. ഓക്സീകരണവും നിരോക്സീകരണം. ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തോ സ്വീകരിച്ചോ അല്ലെങ്കിൽ പങ്കുവച്ചോ നടക്കുന്ന രാസപ്രവർത്തനത്തിലൂടെയാണ് പുതിയ പദാർത്ഥം ഉണ്ടാകുന്നത്. ഒരു രാസപ്രവർത്തനത്തിലെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനത്തെ ഓക്സീകരണമെന്നും ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനത്തെ നിരോക്സീകരണമെന്നും വിളിക്കുന്നു. ഓക്സീകരിക്കുന്ന ആറ്റം നിരോക്സീകാരിയായും നിരോക്സീകരിക്കപ്പെടുന്ന ആറ്റം ഓക്സീകാരിയായും ആയിരിക്കാം. ഓക്സിഡേഷൻ നമ്പർ. ഒരു തന്മാത്രയിലെ ഘടകമൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ഓക്സിഡേഷൻ നമ്പർ. സഹസംയോജക സംയുക്തങ്ങളിൽ ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്യുന്നില്ലെങ്കിലും ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ കൈമാറിയതായി സങ്കല്പിച്ചാണ് ഓക്സിഡേഷൻ നമ്പർ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത് കേട്ടോ. അടുത്തത് സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ്. 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് കരുതലോടെ ചെലവിടാം. വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തൊഴിൽ. തൊഴിലിൻ്റെ പ്രതിഫലം കൂലിയോ ശമ്പളമോ ആണ്. കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സാണ് തൊഴിൽ. വരുമാനം വ്യത്യസ്ത രീതിയിൽ ലഭിക്കുന്നത് പോലെ വരുമാനം ലഭിക്കാനുള്ള മാർഗങ്ങളും വ്യത്യസ്തമാണ്. പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സ്. കച്ചവടം ഒരു വരുമാന സ്രോതസ്സും അതിൽ നിന്നുള്ള ലാഭം വരുമാനവുമാണ്. കുടുംബത്തിൻ്റെ വരുമാനം ലഭിക്കുന്ന മറ്റു മാർഗങ്ങളാണ് ഒരു നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നു, സ്വന്തമായിട്ടുള്ള കെട്ടിടം കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കുന്നു, വ്യവസായ യൂണിറ്റ് മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നു, ഇൻഷുറൻസ് ഏജന്റായി പ്രവർത്തിക്കുന്നു. കുടുംബത്തിലെ ചെലവുകൾ ചിലതെല്ലാം അപ്രതീക്ഷിതവും ചിലതെല്ലാം പ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമാണ്. പ്രതീക്ഷിത ചെലവ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ ചെലവ്, വസ്ത്രം, വിദ്യാഭ്യാസം, അറ്റകുറ്റപ്പണികൾ. അപ്രതീക്ഷിത ചെലവ് അപകടം, ആരോഗ്യം, പ്രകൃതി ദുരന്തം, സമ്മാനങ്ങൾ. കുടുംബത്തിലെ വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും അടിസ്ഥാനത്തിൽ സംഭവിക്കാവുന്ന 3 അവസ്ഥകളാണ് വരുമാനവും ചെലവും തുല്യം. വരുമാനം കൂടുതൽ, ചെലവ് കുറവ്. വരുമാനം കുറവും ചെലവ് കൂടുതലും. അപ്പം മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഉണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ് സാമ്പത്തിക സുരക്ഷിതത്വം. കുടുംബ വരുമാനം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താം. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ഫലമായിട്ട് വരുമാനം ചെലവാക്കുന്ന സ്വഭാവ സവിശേഷതകളാണ് മിതവ്യയശീലം. കുടുംബത്തിലെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നത് കുടുംബ ബജറ്റ് എന്ന് പറയുന്നു. ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ മാത്രമായി തയ്യാറാക്കുന്ന ബജറ്റാണ് പ്രവർത്തന ബജറ്റ്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം. പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുതകളോ ആണ് വരുമാന സ്രോതസ്സ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഇതാരുടെ വാക്കുകളാണ്? ഗാന്ധിജി. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ചാപ്റ്റർ നോക്കാം. പ്രപഞ്ചം എന്ന മഹാത്ഭുതം. 5ാം ക്ലാസ്സിൽ തന്നെ 5ാമത്തെ ചാപ്റ്ററാണ് പ്രപഞ്ചം എന്ന മഹാത്ഭുതം. ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം. സൗരയൂഥത്തിലെ കേന്ദ്രമാണ് സൂര്യൻ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായിട്ടുള്ള ഗോളമാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളാണുള്ളത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂണ്. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം.
ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങൾ ആണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ട് സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങൾ ആണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ ഗോളാകൃതി ഉണ്ടായിരിക്കണം. സൂര്യനെ വലം വയ്ക്കണം. തടസ്സങ്ങൾ ഇല്ലാത്ത ഭ്രമണപഥം വേണം. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ നിബന്ധനകൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ. വാൽ നക്ഷത്രങ്ങൾ. അശുദ്ധ ഹിമപദാർത്ഥങ്ങൾ ആണ് വാൽ നക്ഷത്രങ്ങൾ. സൂര്യനോട് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. സൂര്യനെ ചുറ്റുന്നവ ആണെങ്കിലും ഇവ വളരെ അപൂർവമായിട്ടുള്ള സൂര്യനോട് അടുത്തു വരാറുള്ളൂ. സൂര്യനോട് അടുക്കും തോറും അവിടെ വാലിന് നീളവും ശോഭയും കൂടും. ഉൽക്കകൾ. ബഹിരാകാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങൾ ആണ് ഉൽക്കകൾ. അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞും അവ കത്തും. ഇതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന മിന്നിമറിയുന്ന പ്രകാശം. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കയുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ അവയുടെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിലെ ജീവൻ നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ ഉപരിതലത്തിലെ 2/3 ഭാഗവും ജലം ആയതിനാൽ ബഹിരാകാശത്ത് നിന്നും നോക്കുമ്പോൾ ഇളം നീല നിറത്തിലാണ് ഭൂമി കാണപ്പെടുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. ആകാശഗംഗ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. ബുധൻ ഉപഗ്രഹങ്ങളില്ല ഏറ്റവും ചെറിയ ഗ്രഹമാണ്. ഉപഗ്രഹങ്ങളില്ലാത്തതും ഏറ്റവും ചെറുതുമായിട്ടുള്ള ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ്. ഉപഗ്രഹങ്ങൾ ഇല്ല. ഇനി ഭൂമിയാണെങ്കിൽ ആകാശത്ത് നിന്നും നോക്കുമ്പോൾ നീല നിറമാണ്. ജീവൻ നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തിയ ഏക ഗ്രഹമാണ്. ഒരു ഉപഗ്രഹം ചന്ദ്രനാണ്. ചൊവ്വ 2 ഉപഗ്രഹങ്ങളാണ്. പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ്. 60-ലധികം ഉപഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം. ശനി ചുറ്റുവലയങ്ങളുണ്ട്. 30-ലധികം ഉപഗ്രഹങ്ങൾ. യുറാനസ് 25-ലധികം ഉപഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം. നെപ്റ്റ്യൂൺ ഒരു ഡസനിൽ അധികം ഉപഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷം. ഇത്രയുമാണ് നമ്മളുടെ SCERTയിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ്. ഇനി നമുക്ക് മെയിൻ ടോപ്പിക്സിലേക്ക് നോക്കാം. അപ്പം അതിൽ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അതുപോലെ രാസബന്ധനം, ബോഡ് മാസ്, ഓക്സിലറി വെർബും, നാമം, വളർച്ചയും വികാസവും എന്നുള്ള ആ ഒരു ഭാഗങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പം നമുക്കത് നോക്കാം. അപ്പോൾ ഇനി ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ആറ്റത്തിൻ്റെ ഘടന എന്നുള്ള ഭാഗമാണ്. നമ്മളുടെ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ആറ്റത്തിൻ്റെ ഘടനയാണ്. നമ്മൾ SCERTയിൽ ആ ഭാഗങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ടോപ്പിക്കായിട്ട് അത് ഒന്നും കൂടി നോക്കി പോകാം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണിക ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റമാണ്. ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദം ആറ്റമോസ് ആണ്. ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഓസ്റ്റ്വാൾഡ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ 1807. ആറ്റത്തിൻ്റെ ബില്യാർഡ് ബോൾ മാതൃക നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടന് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു. അതിനാൽ ഈ അസുഖം അറിയപ്പെട്ടിരുന്നത് ഡാൾട്ടനിസം വർണ്ണാന്തത. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥം രചിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക സിദ്ധാന്തം എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അതുപോലെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ആണ് ആറ്റം. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായിട്ടുള്ള അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായിട്ടുള്ള ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച തത്വചിന്തകനാണ് ലൂസിപ്പസും ഡെമോക്രീറ്റസും. പ്രപഞ്ചമുണ്ടായത് മണ്ണ്, വായു, ജലം, അഗ്നി എന്നീ ചതുർമൂലകങ്ങൾ കൊണ്ടാണെന്ന് വാദിച്ച തത്വചിന്തകനാണ് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും. പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് ലുക്രീഷ്യസ്. പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകൻ.
പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാദ മുനി. ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് കണാദ മുനിയാണ്. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യനാണ് കണാദ മുനി. വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് കണാദ മുനിയാണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. 1911. 1908 രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റുദർഫോർഡ്. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അറിയപ്പെടുന്നത് ബോർ മാതൃക. ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് ഷെല്ല്. ബോറിന്റെ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റലുകളിൽ ആണ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ്ജനിലകൾ എന്ന് പറയും. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടുന്നു. ഷെല്ലുകൾ ന്യൂക്ലിയസിൽ തുടങ്ങി 1, 2, 3, 4 എന്ന നമ്പർ നൽകിയോ KLMNO എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറിയെയാണ്. 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് J.J. തോംസൺ. പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ആറ്റം മാതൃകയാണ് J.J. തോംസന്റെ ആറ്റം മാതൃക. ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. കാഥോഡ് റേ ട്യൂബ് പരീക്ഷണത്തിലൂടെ വക്രപാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം വികിരണോർജ്ജം ഉത്സർജിക്കുന്നു എന്ന് കണ്ടെത്തിയത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. സർ ഹംഫ്രി ഡേവി വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു. ഹംഫ്രി ഡേവി വേർതിരിച്ചെടുത്തിട്ടുള്ള മൂലകങ്ങൾ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ. പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി. വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ടാകുന്നത് എന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ജൂലിയസ് പ്ലക്കർ. പദാർത്ഥങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ ഗ്ലീസറുടെ പങ്കാളിയായ ശാസ്ത്രജ്ഞനാണ്. വളരെ താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുന്നുണ്ടെന്ന് അറിയപ്പെടുന്നത് വൈദ്യുത ഡിസ്ചാർജ്. വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിന്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കം ഉണ്ടാകുന്നതായിട്ട് കണ്ടു. ഒരു തിളക്കത്തിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കം കാന്തത്തിന്റെ ആകർഷണ വലയത്തിനുള്ളിലായിരിക്കുമ്പോൾ തിളക്കത്തിന്റെ സ്ഥാനം മാറുമെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ്. മൈക്കൽ ഫാരഡെ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. സർ ഹംഫ്രി ഡേവിയുമായി ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങളിൽ ദ്രാവകങ്ങളുടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് വൈദ്യുത വിശ്ലേഷണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ്. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡെ. അടുത്തത് ഹെൻറിച്ച് ഗ്ലീസർ ആണ്. ഹെൻറിച്ച് ഗ്ലീസർ 1857 ഡിസ്ചാർജ് ട്യൂബിന് രൂപം കൊടുത്ത ജർമ്മൻ ശാസ്ത്രജ്ഞനാണ്. ഗ്ലീസറുടെ ഡിസ്ചാർജ് ട്യൂബിന്റെ വാക്വം ട്യൂബിന്റെ ആവിർഭാവത്തോടെ വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നുപോകുമെന്ന് കണ്ടെത്തി. വില്യം ക്രൂക്സ് 1875 ഗ്ലീസറുടെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ നവീകരിച്ച് പരീക്ഷണങ്ങൾ നടത്തിയ വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകിയ ശാസ്ത്രജ്ഞനാണ്. ടിവിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബും കാഥോഡ് റേ ട്യൂബുകളാണ്. കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിൽ മർദ്ദം കുറയുമ്പോൾ ട്യൂബിനുള്ളിൽ നിരീക്ഷിച്ച മാറ്റങ്ങളും കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ചുമുള്ള പഠനവുമാണ് ഇതിലേക്ക് നയിച്ചത്. ആറ്റത്തെ വിഭജിക്കാനാകുമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബ് ആറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും കണ്ടെത്തി യൂഗൻ ഗോൾഡ്സ്റ്റെയിൻ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ്. ഗോൾഡ്സ്റ്റെയിൻ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയ വർഷം 1886. വില്യം റോൺജൻ. ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് വില്യം റോൺജൻ നടത്തിയ പരീക്ഷണങ്ങളാണ് 1895 നവംബർ 8 എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. കണ്ടുപിടിച്ചവർ ആറ്റം ജോൺ ഡാൾട്ടൺ, ഇലക്ട്രോൺ J.J. തോംസൺ, പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, ന്യൂക്ലിയസ് ഏണസ്റ്റ് റുദർഫോർഡ്, പോസിട്രോണ് കാൾ ആൻഡേഴ്സൺ, ആൻറ്റി പ്രോട്ടോൺ ഓവൻ ചേംബർലൈൻ, എമിലിയോ സെഗ്രേ, ആൻറ്റി ന്യൂട്രോണ് ബ്രൂസ് കോർക്ക്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക, വാട്ടർമെലൺ മാതൃക, റൈസിൻ പുഡിംഗ് മാതൃക J.J. തോംസൺ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക, ന്യൂക്ലിയർ മാതൃക റുദർഫോർഡ്. ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക ഇർവിൻ ഷ്രോഡിംഗർ. ആറ്റത്തിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം ഹെയ്സൻബർഗ്. ന്യൂക്ലിയസ്
ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ ആണ്. ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിലെ ഭൂരിഭാഗം ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടെന്നും സമർപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിന്റെ വലിപ്പം 10⁵ ഇരട്ടി വലുതാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം 1836:1 ആണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഒരു ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമായിരിക്കാൻ കാരണം ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. ഇലക്ട്രോണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ്. ഒരു മൂലകത്തിലെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണമാണ് ഇലക്ട്രോൺ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിന്റെ കണമാണ് ഇലക്ട്രോൺ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് 1/1837 ഒരു ഭാഗം മാസുള്ള കണങ്ങളാണ് ഇലക്ട്രോണുകൾ. സൂര്യന് അതിന്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് ഇലക്ട്രോൺ. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലിഗൺ. ഇലക്ട്രോണുകൾ ഒരു ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്ന് നിർദ്ദേശിച്ച മാതൃക സൗരയൂഥ മാതൃകയാണ്. ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോൺ സ്റ്റോണിയാണ്. ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും അറിയപ്പെടുന്നത് ദ്വൈത സ്വഭാവം. ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി. പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം തെളിയിച്ചത് CJ ഡേവിഡ്സണും LH ജർമറുമാണ്. ഒരു ഇലക്ട്രോണിന്റെ കൃത്യമായ സ്ഥാനം, കൃത്യമായ ആക്കം അല്ലെങ്കിൽ പ്രവേഗം എന്നിവ ഒരേ സമയം കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഹൈസൻബർഗിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം. 1927 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായിട്ടുള്ള വെർണർ ഹൈസൻബർഗ് അനിശ്ചിതത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. പ്രോട്ടോൺ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നിവ അറിയപ്പെടുന്ന കണമാണ് പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ മാസിന് തുല്യമായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ്. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച വർഷം 1911. പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് ആധികാരികമായിട്ട് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റുദർഫോർഡ്. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജിന് കാരണമായിട്ടുള്ള കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് കണ്ടെത്തിയത് റുദർഫോർഡ് ആണ് 1920. പ്രോട്ടോണിന്റെ ചാർജ് ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്നും അതിന്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്നും നിർണ്ണയിച്ചത് റുദർഫോർഡ് ആണ്. ന്യൂട്രോണ് ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോണ്. ആറ്റത്തിന്റെ ഭാരം കൂടിയ കണമാണ് ന്യൂട്രോണ്. 1932 ആറ്റത്തിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണമായിട്ടുള്ള ന്യൂട്രോൺ ഉണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക്ക്. ബെർലിയത്തിന്റെ നേർത്ത തകിടിൽ എക്സ് കിരണങ്ങളെ ശക്തമായി ഇടിപ്പിച്ചാണ് ഇവയെ കണ്ടെത്തിയത്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ ആണ്. കണം, ചാർജ്, മാസ്. പ്രോട്ടോണ് പോസിറ്റീവ് +1.602 × 10⁻⁻19 C ആണ്. മാസ് 1.672662 × 10⁻⁻27 kg ആണ്. ഇനി ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് ആണ്. മാസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്, നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ന്യൂട്രോണ് ചാർജ് ഇല്ല, മാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആറ്റോമിക നമ്പർ, മാസ് നമ്പർ. ഒരാറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണം, ഒരാറ്റത്തിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം ആറ്റോമിക നമ്പർ എന്നറിയപ്പെടുന്നു. ഒരാറ്റത്തിന്റെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെത്തുകയാണ് മാസ് നമ്പർ. ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ ചെയ്താൽ മതി. ഇനി ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്തു നോക്കുക. ആറ്റത്തിന്റെ മറ്റ് കണികകളാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികകളാണ് മീസോണുകൾ, ന്യൂട്രിനോ, ആന്റി ന്യൂട്രിനോ, പ്രോസിട്രോൺ മുതലായവ. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ പോസിട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിന്റെ വിപരീത ചാർജുള്ളതുമായിട്ടുള്ള കണങ്ങളാണ് പോസിട്രോൺ. പോസിട്രോണിന്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് കാർബൺ 11 ആണ്. പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആന്റി പാർട്ടിക്കിളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ പോൾ ഡിറാക് ആണ്. പ്രോട്ടോണിന്റെ തുല്യം മാസ് ഉള്ളതും പ്രോട്ടോണിന്റെ വിപരീത ചാർജുള്ളതുമായിട്ടുള്ള കണങ്ങളാണ് ആന്റി പ്രോട്ടോൺ. ആറ്റത്തിലെ ചാർജും മാസും ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രിനോകളും ആന്റി ന്യൂട്രിനോകളും. ന്യൂട്രിനോയെക്കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് വൂൾഫ് ഗാങ് പോളി. ന്യൂട്രോണിന്റെ ആന്റി പാർട്ടിക്കിളാണ് ആന്റി ന്യൂട്രിനോകൾ. ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം. ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റുകൾ, ഷെല്ലുകൾ. ഓർബിറ്റിന്റെ ആകൃതി വൃത്താകൃതിയാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ നൽകിയിരിക്കുന്ന പേര് KLMN ആണ്. K ഒഴികെയുള്ള എല്ലാ മുഖ്യ ഊർജ്ജ നിലകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. Kയിൽ ഒരു ഊർജ്ജ നില മാത്രമേയുള്ളൂ.
അപ്പം അവിടുത്തെ ഒരു പട്ടിക നോക്കുക. മൂലകം, ആറ്റോമിക നമ്പർ, ഇലക്ട്രോണുകളുടെ എണ്ണം, ഇലക്ട്രോൺ വിന്യാസം ഷെല്ലുകളിൽ. എച്ച് ആറ്റോമിക നമ്പർ 1 ഇലക്ട്രോണുകളുടെ എണ്ണം 1 ഇലക്ട്രോൺ വിന്യാസം കെയിൽ 1. ഇനി ലിഥിയമാണ് 3 ആറ്റോമിക നമ്പർ, ഇലക്ട്രോണുകളുടെ എണ്ണം 3 കെ ഷെല്ലിൽ 2 എൽ ഷെല്ലിൽ 1 ഉണ്ടാവുക. ഇനി Na എന്ന് പറയുന്നത് നാട്രിയം. സോഡിയമാണ് ആറ്റോമിക നമ്പർ 11 ഇലക്ട്രോണുകളുടെ എണ്ണം 11 കെയിൽ 2 എല്ലിൽ 8 എമ്മിൽ 1. സിങ്ക് ആണ് അടുത്തത്. ആറ്റോമിക് നമ്പർ 30 ഇലക്ട്രോണുകളുടെ എണ്ണം 30 ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2, 8, 18, 2 എന്ന രീതിയിലാണ്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം 2n² ആണ്. 2n² ആണ് n ഷെല്ലുകളുടെ എണ്ണം. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n² = 2 × 1² 2 ആണ്. ആറ്റത്തിലെ എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 2n² = 2 × 2² 8 ആണ്. എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18 2n² = 2 × 3² 18. ഒരു ആറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരം ആറ്റോമിക ആരമാണ്. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടുന്നു. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു. ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ്ജ നിലകൾ സബ് ഷെല്ലുകൾ. ഓരോ ഊർജ്ജ നിലയിലും അതിൻ്റെ ഷെല്ലുകൾക്ക് ക്രമ നമ്പറിന് തുല്യമായിട്ടുള്ള എണ്ണം സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. അടുത്തത് ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ നോക്കാം. ഷെല്ല് നമ്പർ 1, 2, 3, 4 എങ്ങനെയാണ്? സബ് ഷെല്ല് 1 എസും 2 SP ആണ്, 3 SPD, 4 SPDF. സബ് ഷെല്ലുകൾക്ക് SPDF എന്നിങ്ങനെ പേര് നൽകിയിരിക്കുന്നു. എസ് ഷാർപ്പ്, പി പ്രിൻസിപ്പൽ, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെൻ്റൽ. 5ാമത്തെ സബ് ഷെല്ല് G എന്നറിയപ്പെടുന്നു. എല്ലാ സബ് ഷെല്ലുകളുമുള്ള പൊതുവായിട്ടുള്ള സബ് ഷെല്ലാണ് എസ്. ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്തപ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ത്രിമാന മേഖലകളിലാണ്. ഊർജ്ജ നിലകളിൽ സബ്ഷെല്ലിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകൾ അറിയപ്പെടുന്നത് ഓർബിറ്റലുകൾ. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. ഓർബിറ്റലുകളുടെ എണ്ണം S 1, P 3 ആണ്, ഡി ആണെങ്കിൽ 5, എഫ് ആണെങ്കിൽ 7. എസ് സബ്ഷെല്ലിലെ ഓർബിറ്റൽ ആകൃതി ഗോളാകൃതിയാണ്. പി സബ്ഷെല്ലിലാണെങ്കിൽ ഡംബലാണ്. ഡി എഫ് സബ്ഷെല്ലിലെ ഓർബിറ്റലിൻ്റെ ആകൃതി സങ്കീർണമാണ്. ഇനി സബ്ഷെല്ല് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എസ്സിൽ 2, പിയിലാണെങ്കിൽ 6, ഡിയിലാണെങ്കിൽ 10, എഫിലാണെങ്കിൽ 14. ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്നും ഊർജ്ജം കൂടിയ സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോൺ വിന്യസിക്കുന്ന രീതിയാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ സബ്ഷെല്ല് 1s 2s 2p അങ്ങനെ പോകുന്നു. പിന്നെ 3sൽ 3p, 3യിൽ വരുന്നത് 3s 3p 3d, 4ൽ 4s 4p 4d 4f. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1sൽ 2, 2sലും 2, 2pയിൽ 6, 3sൽ 2 ആണ്, 3pയിൽ 6, 3dയിലാണെങ്കിൽ 10, 4sൽ 2 ആണ്, 4pയിൽ 6, 4dയിൽ 10, 4fൽ 14. ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എസ്സിൽ 2, 2, SP, രണ്ടാമത്തേതിൽ 8, മൂന്നാമത്തേതിൽ 18, നാലാമത്തേതിൽ 32. സബ്ഷെല്ല് വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ നമ്പറിനെയും വലതുവശത്തിൻ്റെ മുകളിൽ സംഖ്യ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നു. അപ്പം 1 എന്ന് പറയുന്നത് ഷെൽ നമ്പറാണ്, മുകളിൽ കൊടുത്തിട്ടുള്ളത് ഇലക്ട്രോണുകളുടെ എണ്ണവുമാണ്. ഇനി മൂലകം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കുക കേട്ടോ, ഇതെല്ലാം ഒന്ന് എഴുതി നോക്കുക, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ലിഥിയം 3, ബെറിലിയം 4, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, സോഡിയം 11, മഗ്നീഷ്യം 12, പൊട്ടാസ്യം 19, കാൽസ്യം 20. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ പീരിയഡ് നമ്പറാണ് കേട്ടോ, പീരിയഡ് നമ്പറാണ്. ഇനി ഏറ്റവും കൂടിയ നമ്പർ ആയിരിക്കും പീരിയഡ് നമ്പർ. സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുമ്പോൾ 3pയിൽ നിറച്ച ശേഷം 3dയിൽ നിറയ്ക്കുന്നതിന് പകരം 4sൽ നിറയ്ക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് 4s സബ്ഷെല്ലിന് 3d സബ്ഷെല്ലിനേക്കാൾ ഊർജ്ജം കുറവായതുകൊണ്ടാണ്. സ്കാൻഡിയത്തിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് 1s2 2s2 2p6 3s2 3p6 4s2 3d1 അങ്ങനെയായിരിക്കും. സ്കാൻഡിയത്തിൽ
നടക്കുന്നത്. ഇപ്പോൾ സ്കാൻഡിയം 21 കേട്ടോ. സ്കാൻഡിയത്തിലെ സബ്ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം സാധാരണയായി ഷെൽ ക്രമത്തിൽ എഴുതുന്നത് ആ ഒരു രീതിയിലായിരിക്കും. എന്നാൽ ഊർജ്ജനില കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുന്നതാണ് നമ്മൾ കഴിഞ്ഞത് പഠിച്ചത്. ഇനി ആറ്റോമിക നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി തൊട്ടുമുമ്പുള്ള ഉത്കൃഷ്ട മൂലകത്തിൻ്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിച്ച് തുടർന്നുള്ള സബ്ഷെൽ വിന്യാസം എഴുതണം. മഗ്നീഷ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുന്ന രീതി നിയോണ് 10 അല്ലേ. അപ്പോൾ എന്താണ് 3s2 ആണ് കേട്ടോ. അതാണ് മഗ്നീഷ്യത്തിൻ്റെ. മഗ്നീഷ്യം 12 ആണല്ലോ. അപ്പോൾ നിയോണ് എന്ന് പറയുമ്പോൾ 10, പിന്നെ s2 എഴുതുക. ഇനി ഡി സബ്ഷെല്ല് പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ ആയ ക്രമീകരണങ്ങൾക്ക് മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടുതലായിരിക്കും. അപ്പോൾ D10 D5 എന്നൊക്കെ വരുന്നത് സ്ഥിരത കൂടുതലുള്ളതായിരിക്കും. ക്രോമിയം 24 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 1s2 2s2 2p6 3s2 3p6 3d5, പിന്നെ വരുന്നത് 4s ആണ്, 4s1. പിന്നെ കോപ്പറിലാണെങ്കിൽ 1s2 2s2 2p6 2 3s2 3p6 3d10 വരുന്നുണ്ട്, പിന്നെ 4s1 ആണ് വരുന്നത്. എഫ് സബ്ഷെല്ലിൽ കൂടുതൽ സ്ഥിരതയുള്ള ക്രമീകരണം F7 ആണ്. F7ഉം F14ഉമാണ്. ഓർബിറ്റലുകളുടെ ഊർജ്ജം വർദ്ധിക്കുന്ന ക്രമവും അതിനനുസരിച്ചുള്ള ഓർബിറ്റൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ക്രമവും ചുവടെ കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. ഇനി ഹൈബ്രിഡൈസേഷൻ ആണ്. 2 ആറ്റോമിക ഓർബിറ്റലുകളെ കൂട്ടിക്കലർത്തി പുതിയൊരു ഹൈബ്രിഡ് ഓർബിറ്റൽ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഹൈബ്രിഡൈസേഷൻ. 2 ആറ്റോമിക് ഓർബിറ്റലുകളെ കൂട്ടിക്കലർത്തിയിട്ട് പുതിയൊരു ഹൈബ്രിഡ് ഓർബിറ്റൽ രൂപപ്പെടുത്തുന്ന പ്രക്രിയ. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിച്ചത് ലീനസ് പോളിംഗ് ആണ്. ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നത് 2 sp ഹൈബ്രിഡ് ഓർബിറ്റലുകളാണ്. sp ഹൈബ്രിഡ് ഓർബിറ്റലിൽ രൂപം കൊള്ളുന്ന കോണ് 180 ഡിഗ്രി ആയിരിക്കും. ഒരു എസ് ഓർബിറ്റലും 2 പി ഓർബിറ്റലും ചേരുമ്പോൾ ഉണ്ടാകുന്നത് 3 sp² ഹൈബ്രിഡ് ഓർബിറ്റലുകളാണ്. sp² ഹൈബ്രിഡൈസേഷനിൽ രൂപം കൊള്ളുന്ന കോണ് 120 ആണ്. ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും ചേരുമ്പോൾ ഉണ്ടാകുന്നത് 4 sp³ ഹൈബ്രിഡ് ഓർബിറ്റലുകളാണ്. sp³ ഹൈബ്രിഡൈസേഷന് രൂപം കൊള്ളുന്ന കോണ് 109.5 ഡിഗ്രിയാണ്. ഡയമണ്ടിലെ ഹൈബ്രിഡൈസേഷൻ 3 sp³ ആണ്. ഗ്രാഫൈറ്റിലെ ഹൈബ്രിഡൈസേഷൻ sp² ആണ്. ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും ഒരു ഡി ഓർബിറ്റലും ചേരുമ്പോൾ ഉണ്ടാകുന്നത് 5 sp³ ഡി ഹൈബ്രിഡ് ഓർബിറ്റലുകളാണ്. sp³ ഡി ഹൈബ്രിഡൈസേഷനിൽ രൂപം കൊള്ളുന്ന കോണ് 90 ഡിഗ്രിയും 120 ഡിഗ്രിയും. ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും 2 ഡി ഓർബിറ്റലും ചേരുമ്പോൾ ഉണ്ടാകുന്നത് 6 sp³ d² ഹൈബ്രിഡ് ഓർബിറ്റലുകളാണ്. sp3d² ഹൈബ്രിഡ് ഓർബിറ്റലിൽ രൂപം കൊള്ളുന്ന കോണ് 90 ഡിഗ്രിയാണ്. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ആണ്. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയമാണ്. ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയം ആണ്. ഐസോടോപ്പ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിലെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പ്. ഒരു മൂലകത്തിന്റെ ഐസോടോപ്പുകൾ തമ്മിൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അവയുടെ രാസസ്വഭാവം ഒരുപോലെയാണ്. ഐസോടോപ്പ് കണ്ടെത്തിയത് ഫെഡറിക് സോഡിയാണ്. ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം ന്യൂട്രോണിന്റെ എണ്ണത്തിലുണ്ടായ വ്യത്യാസമാണ്. ഹൈഡ്രജൻ ഐസോടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. ഹൈഡ്രജൻ ഏറ്റവും സാധാരണ ഐസോടോപ്പാണ് പ്രോട്ടിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയമാണ്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ട്രിഷിയമാണ്. ട്രിഷിയത്തിന്റെ അർദ്ധായുസ് 12.35 വർഷങ്ങളാണ്. കാർബണിന്റെ ഐസോടോപ്പുകൾ C12 13 14. അപ്പം കാർബൺ 12 13 14. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിന്റെ ഐസോടോപ്പാണ് കാർബൺ 12. കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് കാർബൺ 14. ഫോസിലുകളുടെയും ജൈവവസ്തുക്കളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പാണ് കാർബൺ 14. ഭൂഗർഭജലത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് കാർബൺ 14. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയുവാനുള്ള ട്രേസറായിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഫോസ്ഫറസ് 31. മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊട്ടാസ്യം 40. വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് അയഡിൻ 131, കൊബാൾട്ട് 60. തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോടോപ്പ് അയഡിൻ 131. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോടോപ്പാണ് യുറേനിയം 235. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് യുറേനിയം 235. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് പ്ലൂട്ടോണിയം 239. രക്തപ്രവാഹത്തിലെ തടസ്സങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് സോഡിയം 24.
ഐസോബാർ ഒരേ മാസ് നമ്പർ ഉള്ളതും വ്യത്യസ്ത ആറ്റോമിക നമ്പർ ഉള്ളതുമായിട്ടുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങളാണ്. അപ്പം ടോപ്പിൽ ഒരേപോലെ ഉള്ളത് എന്ന് ഓർത്ത് വെക്കുക, ഐസോബാർ. അപ്പം ആർഗണും പൊട്ടാസ്യവും. ഐസോട്ടോണ് തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങളാണ് ഐസോട്ടോണുകൾ. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള മൂലകങ്ങളാണ്. ഐസോബാറുകളും ഐസോട്ടോണുകളും വ്യത്യസ്ത മൂലക ആറ്റങ്ങളാണ്. ഐസോമർ ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒരേ തന്മാത്രാ സൂത്രമായിരിക്കും, വ്യത്യസ്ത ഘടനയായിരിക്കും ഉണ്ടാവുക. ഇനി തന്മാത്ര. ഒരു പദാർത്ഥത്തിലെ ഭൗതികമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്നത്, ഇഷ്ടികകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് തന്മാത്രകളാണ്. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോ ആണ്. ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയുണ്ടാകുന്നത് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുല തന്മാത്രാ സൂത്രമാണ്. ഒരു വസ്തുവിൻ്റെയോ അതിൻ്റെ നിശ്ചിത ഭാഗത്തിൻ്റെയോ പിണ്ഡത്തിൻ്റെയോ ഭാഗമായി താരതമ്യം ചെയ്ത് മറ്റു പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതിയാണ് ആപേക്ഷിക മാസ്. ഒരാറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റാണ് അറ്റോമിക മാസ് യൂണിറ്റ്. AMU കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ 12. കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 ഭാഗമാണ് ആറ്റങ്ങളുടെ ആപേക്ഷിക മാസ് പ്രസ്താവിക്കാൻ യൂണിറ്റായി സ്വീകരിക്കുന്നത്. ആറ്റോമിക മാസ് യൂണിറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് യൂണിഫൈഡ് മാസ് എന്നാണ്. 1U എന്ന് പറയുന്നത് 1.6605 × 10⁻⁻27 kg ആണ്. ഒരു മൂലക ആറ്റത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ ഒരു ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയുന്നു. ഗ്രാം ആറ്റോമിക മാസുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ മൂലകത്തിൻ്റെ GAM. ഒരു മൂലകത്തിൻ്റെ 1 ഗ്രാം ആറ്റോമിക മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അവഗാഡ്രോ സംഖ്യ. 1 ഗ്രാം ഹൈഡ്രജനിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ. അവഗാഡ്രോ സംഖ്യയാണ് Na 6.022 × 10⁻23. ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റാണ് മോൾ യൂണിറ്റ്. മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 കണികകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് ഒരു മോളാണ്. ഒരു മോൾ എന്നത് പൂർണ്ണമായും എണ്ണമായിട്ട് പ്രസ്താവിക്കുകയാണെങ്കിൽ അത് ആറ്റമായാലും തന്മാത്രയായാലും അതിലെ എണ്ണം അവഗാഡ്രോ സംഖ്യയായിരിക്കും. മോൾ എണ്ണം കണികകളുടെ എണ്ണം അവഗാഡ്രോ എണ്ണം. ഒരു മോൾ ആറ്റത്തിൻ്റെ മാസ് 1 ഗ്രാം ആറ്റത്തിന് തുല്യമാണ്. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23 ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ ആറ്റോമിക മാസ് മോളിക്യുലാർ മാസാണ്. ഒരു മൂലകത്തിൻ്റെ തന്മാത്രകളിലെ ഒരു ആറ്റം മാത്രമുള്ളവയാണ് ഏകാറ്റോമിക തന്മാത്ര. ഉദാഹരണം: ഉത്കൃഷ്ട മൂലകങ്ങൾ, അലസവാതകങ്ങൾ. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ 2 ആറ്റം മാത്രമുള്ളവയാണ് ദ്വയാറ്റോമിക തന്മാത്ര. H2O2 Cl2. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ 2ൽ കൂടുതൽ ആറ്റങ്ങൾ ഉള്ളവയാണ് ബഹു ആറ്റോമിക തന്മാത്ര. സൾഫർ, ഫോസ്ഫറസ്. ഒരു മൂലകത്തിൻ്റെയോ സംയുക്തത്തിൻ്റെയോ മോളിക്യുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം അളവിനെ പറയുന്നത് 1 ഗ്രാം മോളിക്യുലാർ മാസ് എന്നാണ്. ഗ്രാം മോളിക്യുലാർ മാസുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ഗ്രാം മോളിക്യുലാർ മാസ്. 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 72. 24 × 3. മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രയുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഈ വ്യാപ്തം അറിയപ്പെടുന്നത് മോളാർ വ്യാപ്തം. മർദ്ദമോ താപനിലയിലോ മാറിയാൽ വാതകത്തിൻ്റെ വ്യാപ്തം മാറും. 273 K താപനിലയും 1 atm മർദ്ദവുമുള്ള അവസ്ഥ STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതു വാതകത്തിൻ്റെയും ഒരു മോളിന് 22.4 L വ്യാപ്തമുണ്ടാകും. അത് STPയിലെ മോളാർ വ്യാപ്തം എന്നറിയപ്പെടുന്നു. STPയിൽ 10 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം 224 ലിറ്ററാണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം STPയിലെ വ്യാപ്തം ബൈ 22.4 ആണ്. എല്ലാണ്. STPയിൽ 11.2 ലിറ്റർ ഹൈഡ്രജൻ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന മോൾ എണ്ണം എത്രയാണ്? STPയിൽ സ്ഥിതി ചെയ്യുന്ന ഹൈഡ്രജൻ വാതകത്തിൻ്റെ മോൾ എണ്ണം 11.2/22.4 = 0.5 ആണ്. ഇനി SCERT ക്വസ്റ്റ്യൻ പൂളാണ്. ശരിയായ ബന്ധം കണ്ടെത്തി ചേർത്ത് എഴുതുക. അപ്പം ഇനി ശരിയായിട്ടുള്ളത് മാത്രം വായിക്കാം. സർ ഹംഫ്രി ഡേവി പദാർത്ഥങ്ങളിലെ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം സോഡിയം. ഫാരഡെ വൈദ്യുതിയുടെ പിതാവ്. വൈദ്യുത വിശ്ലേഷണ നിയമം. റദർഫോർഡ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. അടുത്തത് രാസബന്ധനമാണ്.
വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ ലഭിക്കുന്നത് സംയുക്ത തന്മാത്രകളാണ്. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രയുണ്ടാകുമെന്ന് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ബാഹ്യതമ ഷെല്ലിലെ 8 ഇലക്ട്രോൺ ക്രമീകരണം നടക്കുന്നത്. അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. ഒരു ആറ്റത്തിലെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം സ്ഥിരതയുള്ള ഘടനയാണ്. രാസപരമായിട്ട് സ്ഥിരതയുള്ള മൂലകങ്ങളാണ് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുള്ള മൂലകങ്ങൾ. ഉത്കൃഷ്ട മൂലകങ്ങൾ സാധാരണയായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്തതിന് കാരണം ഉത്കൃഷ്ടവാതകങ്ങൾക്ക് സ്ഥിരതയുള്ള ഘടനയാണ്. ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങൾ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഫലമാണ് രാസബന്ധനം. മൂലകങ്ങൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ അഷ്ടക സംവിധാനം കൈവരിച്ച് സ്ഥിരത നേടുന്ന പ്രക്രിയയാണ് രാസബന്ധനം. രാസബന്ധനത്തിലൂടെ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണുകളായി മാറുന്ന മൂലകം അറിയപ്പെടുന്നത് കാറ്റയോണുകൾ. സോഡിയം അയോണ്. രാസബന്ധനത്തിലൂടെ ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജുള്ള അയോണുകളായിട്ട് മാറുന്ന മൂലകം അറിയപ്പെടുന്നത് ആനയോണുകൾ. ക്ലോറൈഡ് അയോണാണ്. കാറ്റയോണുകളും അയനയോണുകളും പരസ്പരം ആകർഷിച്ച് ഉണ്ടാകുന്ന മിശ്രിതമാണ് ലവണങ്ങൾ. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനം അയോണിക ബന്ധനമാണ്. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുതാകർഷണമാണ് അയോണുകളെ ബന്ധിപ്പിക്കുന്നത്. ഇത്തരം ബന്ധനങ്ങൾ അറിയപ്പെടുന്നത് അയോണിക ബന്ധനം. അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ. മഗ്നീഷ്യവും ഓക്സിജനും ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം. സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ സഹസംയോജക സംയുക്തങ്ങൾ. ഗുണങ്ങൾ അയോണിക സംയുക്തം, സഹസംയോജക സംയുക്തം. അവസ്ഥ ഖരം, ഖരം, ദ്രാവകം, വാതകം എന്നീ. ഗുണങ്ങൾ അയോണിക സംയുക്തം, സഹസംയോജക സംയുക്തം. അവസ്ഥ അയോണിക സംയുക്തം ഖരമാണ്. ഗുണങ്ങൾ അവസ്ഥ ഖരം, ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. സഹസംയോജക സംയുക്തമാണെങ്കിൽ. അയോണിക സംയുക്തമാണെങ്കിൽ ഖരത്തിൽ മാത്രമാണ്. ഇനി ഗുണങ്ങൾ ജലത്തിൻ്റെ ലയത്വമാണെങ്കിൽ അയോണിക സംയുക്തത്തിൽ ജലത്തിൽ ലയിക്കുന്നവയാണ്. സഹസംയോജക സംയുക്തമാണെങ്കിൽ ജലത്തിൽ പൊതുവെ ലയിക്കുന്നില്ല. ഓർഗാനിക് ലായകങ്ങളിൽ മണ്ണെണ്ണ, CCl4, ബെൻസിൻ മുതലായവയിൽ ലയിക്കുന്നു. ഇനി വൈദ്യുത ചാലകത അയോണിക സംയുക്തമാണെങ്കിൽ ലായനി ആയിരിക്കുമ്പോഴും ഉരുങ്ങിയ അവസ്ഥയിലും വൈദ്യുതി കടത്തിവിടുന്നു. സഹസംയോജക സംയുക്തമാണെങ്കിൽ പൊതുവെ വൈദ്യുതി കടത്തിവിടുന്നില്ല. ദ്രവണാങ്കം തിളനില അയോണിക സംയുക്തത്തിന് ഉയർന്നതായിരിക്കും. സഹസംയോജക സംയുക്തത്തിന് പൊതുവെ താഴ്ന്നതായിരിക്കും. സഹസംയോജക സംയുക്തങ്ങൾക്ക് ഉദാഹരണം CH4, HF, H2O. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കുവാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവിനെ പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റിയെ സ്വാധീനിക്കുന്നതിൽ പ്രധാന ഘടകം ആറ്റത്തിൻ്റെ വലിപ്പം. മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി നിർണ്ണയിക്കുന്നത് ഉപയോഗിക്കുന്ന രീതി പോളിംഗ് സ്കെയിലാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റീവ് സ്വഭാവം താരതമ്യപ്പെടുത്താൻ സഹായിക്കുന്ന സ്കെയിൽ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ലിനസ് പോളിംഗ്. രസതന്ത്രത്തിന് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് ലിനസ് പോളിംഗ്. പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൽ മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകളായിട്ട് നൽകിയിട്ടുള്ള സംഖ്യകളാണ് 0-നും 4-നും ഇടയ്ക്കുള്ള സംഖ്യകൾ. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ പ്രകാരമുള്ള ഏറ്റവും അധികം ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം ഫ്ലൂറിനാണ്. ഹൈഡ്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.2 ആണ്. ക്ലോറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി 3.16. ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണുകളായി മാറാനുള്ള മൂലകത്തിൻ്റെ കഴിവ് ഇലക്ട്രോപോസിറ്റിവിറ്റിയാണ്. അയോണിക ബന്ധനത്തിലെ സഹസംയോജക സ്വഭാവം വ്യക്തമാക്കാൻ ഉപകരിക്കുന്ന നിയമം ഫജാൻസ് നിയമമാണ്. ഇനി ഒരു സംയുക്തത്തിലെ ഘടക മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അയോണിക സ്വഭാവമായിരിക്കും. ഒരു സംയുക്തത്തിലെ ഘടക മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം 1.7 കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവമായിരിക്കും. അപ്പോൾ 1.7 കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അയോണിക സ്വഭാവമായിരിക്കും. 1.7 കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവമായിരിക്കും എന്ന് ഓർത്തു വെക്കുക. ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനമാണ് ഏകബന്ധനം. FF സിംഗിൾ ബോണ്ടാണ്. ഇനി ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനമാണ് ദ്വിബന്ധനം. അപ്പം O ദ്വിബന്ധനം, O ഡബിൾ ബോണ്ടാണ്. ഇനി 3 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനമാണ് ത്രിബന്ധനം, ട്രിപ്പിൾ ബോണ്ട്. ഭാഗികമായി വൈദ്യുത ചാർജുള്ള സംയുക്തങ്ങൾ പോളാർ സംയുക്തങ്ങൾ HF, HBr, H2O, NH3. ജലം ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്നതിനുള്ള പ്രധാന കാരണം പോളാർ സ്വഭാവമാണ്. കാർബണികവും അകാർബണികവുമായിട്ടുള്ള അനേകം സംയുക്തങ്ങളെ ലയിപ്പിച്ച് ജലത്തിൽ സാർവിക ലായകമാക്കാൻ സഹായിക്കുന്ന സ്വഭാവം പോളാർ സ്വഭാവം. ഘടകമൂലകങ്ങൾ തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് പോളാർ സ്വഭാവത്തിന് കാരണം. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ കുത്തുകൾ ഡോട്ട് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതിയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഫ്രം.
ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. ഒരു പോളാർ രാസബന്ധനത്തിലെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ മധ്യഭാഗങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ അഥവാ അവയുടെ ചാർജിൻ്റെ മൂല്യത്തിൻ്റെ ഗുണിതം ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ഡി ബൈ ആണ്. സംയോജകത. മൂലക ആറ്റങ്ങളുടെ സംയോജിക്കുവാനുള്ള കഴിവാണ് സംയോജകത. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തെ പറയുന്നത് സംയോജകത. ആറ്റത്തിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ അറിയപ്പെടുന്നത് സംയോജക ഇലക്ട്രോണുകൾ. മൂലകങ്ങളും സംയോജകതയും ഒന്നാമത്തെ ഗ്രൂപ്പിൽ 1, രണ്ടാമത്തെ ഗ്രൂപ്പിൽ 2, ഗ്രൂപ്പ് 13 3, ഗ്രൂപ്പ് 14 4, ഗ്രൂപ്പ് 15 3, ഗ്രൂപ്പ് 16 2, ഗ്രൂപ്പ് 17 1, ഗ്രൂപ്പ് 17 18 0. ഇനി ക്വസ്റ്റ്യൻ പൂളാണ്. ചില മൂലകങ്ങൾ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തന്നിരിക്കുന്നു. താഴെ പറയുന്ന സംയുക്തങ്ങളിലെ രാസബന്ധനങ്ങൾ സ്വഭാവം കണ്ടെത്തി എഴുതുക. ഒന്നാമത്തത് H2.20, പിന്നെ C = 2.55 ആണ്. പിന്നെ K വന്നിട്ടുള്ളത് 0.82, മാഗ്നീഷ്യം 1.31, O = എത്രയാണ് 3.44, ക്ലോറിൻ ആണെങ്കിൽ 3.16. അപ്പം എന്താണ് സംയുക്തം ഇലക്ട്രോനെഗറ്റിവിറ്റിയിലെ വ്യത്യാസം ബന്ധനം. അപ്പോൾ H2O ആണെന്നുണ്ടെങ്കിൽ 3.44 മൈനസ് 2.2, അപ്പം 1.2 ആണ്. അത് സഹസംയോജകമാണ്. അതെങ്ങനെയാണ് മനസ്സിലായത്? നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ എന്താണ് അയോണിക ബന്ധനാണെന്ന് പഠിച്ചു. അപ്പോൾ 1.7 താഴെയാണെങ്കിൽ എന്താണ് അത് സഹസംയോജക ബന്ധനാണെന്ന് നമുക്കറിയാം. അപ്പം അതെന്താണ് 1.2 ഇവിടെ H2Oയിൽ കിട്ടിയിട്ടുള്ളത്. അത് സഹസംയോജകമാണെന്ന് മനസ്സിലായി. ഇനി KCl ആണ് നമ്മൾ നോക്കുന്നത്. KClയിൽ K എന്ന് പറയുന്നത് 3.16 ആണ്. 3.16 മൈനസ് 0.82, അപ്പോൾ വരുന്നത് 2.34 അത് അയോണിക ബന്ധനാണ്. 1.7 കൂടുതലായതിനുള്ള അത് അയോണിക ബന്ധനാണ്. ഇനി MgCl2 ആണ്. MgCl2ൽ എന്താണ് MgCl2ൽ 3.16 മൈനസ് 1.31, അപ്പോൾ 1.85 കിട്ടുന്നത്. അത് അയോണിക ബന്ധനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി CH4 ആണ്. CH4ൽ 2.55 മൈനസ് 2.20, അതിൽ 0.35 അത് സഹസംയോജക ബന്ധനാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അയോണിക ബന്ധനാണ്. 1.7 കുറവാണെങ്കിൽ അത് സഹസംയോജക ബന്ധനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി HCl തന്മാത്രയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ചേർക്കുന്നു. അപ്പം Hന് 1 CLനാണെങ്കിലോ അതിൽ 7 ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പം Hന് 2 ആവശ്യം, CLനാണെങ്കിൽ 8 ആവശ്യമാണ് ബാഹ്യതമ ഷെല്ലിൽ. അപ്പം ഇവിടെ രാസബന്ധനം രൂപപ്പെട്ടത് ഇലക്ട്രോൺ പങ്കുവെക്കൽ വഴിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത്തരം രാസബന്ധനത്തെ എന്ത് വിളിക്കുന്നു? അത് സഹസംയോജക ബന്ധനമാണ്. ഇനി മലയാളത്തിൽ നാമം എന്നുള്ള ഭാഗമാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നാമവിഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. വാചകത്തിൽ തന്നെ ശബ്ദങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ച് നാമം, ക്രിയ, വിശേഷണം എന്നിങ്ങനെ തരംതിരിക്കാം. പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. ജീവൻ, പേന, പൊന്നാനി, അഗ്നി, കളി, ചിരി, വെളുപ്പ്, കറുപ്പ് എന്നിവയെല്ലാം നാമങ്ങളാണ്. അപ്പം നാമം 3 വിധമുണ്ട്: ദ്രവ്യനാമവും, ക്രിയാനാമവും, ഗുണനാമവും. ദ്രവ്യനാമം ഫസ്റ്റ് നോക്കാം. ദ്രവ്യം എന്ന വാക്കിന് ധർമ്മി എന്നർത്ഥം. ധർമ്മം ഉള്ളത് എന്താണോ അതാണ് ധർമ്മി. ഏതെങ്കിലും ഒരു ദ്രവ്യത്തിൻ്റെ വസ്തുവിൻ്റെ പേരിനെ കുറിക്കുന്നതാണ് ദ്രവ്യനാമം. ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ എന്തിനേയും ഇതിൽ ഉൾപ്പെടുത്താം. ഇപ്പം പശു, വെളിച്ചം, കുയിൽ, രാമൻ, പന്ത് ഇതൊക്കെ ദ്രവ്യനാമങ്ങളാണ്. ഇനി ദ്രവ്യനാമത്തെ 5 തിരിക്കാം. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സമൂഹനാമം, സർവനാമം. അതിൽ സംജ്ഞാനാമത്തിൽ സംജ്ഞാനാമത്തെ ഏകനാമം എന്നും വിളിക്കുന്നു. അപ്പം ഒരു ആളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരായ ശബ്ദത്തെയാണ് സംജ്ഞാനാമം എന്ന് വിളിക്കുന്നത്. ഇപ്പം സ്വാതി, പാലക്കാട്, തെങ്ങ്, പെരിയാറ്, അങ്ങനെ ഒരു ആളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരായ ശബ്ദത്തെയാണ് സംജ്ഞാനാമം എന്ന് പറയുന്നത്. ഇനി സാമാന്യനാമം, ഇതിനെ വർഗനാമം എന്നും പറയുന്നു. വ്യക്തികളോ വസ്തുക്കളോ ചേർന്നുള്ള സമൂഹത്തെ സാമാന്യമായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന നാമമാണ് സാമാന്യനാമം. അതിൽ ജനങ്ങൾ, മൃഗം, പക്ഷി, കുന്നുകൾ, പട്ടണം, പുഴ, കെട്ടിടങ്ങൾ ഇതൊക്കെ സാമാന്യനാമത്തിൽ വരും.
ഇതെന്താണ്? വർഗനാമം എന്നും പറയുന്നുണ്ട്. വ്യക്തികളോ വസ്തുക്കളോ ചേർന്നുള്ള സമൂഹത്തെ സാമാന്യമായിട്ട് പറയുന്നതാണ്. വ്യക്തികളോ വസ്തുക്കളോ ചേർന്നുള്ള സമൂഹത്തെ. മറ്റ് സംജ്ഞാനാമമാണെന്നുണ്ടെങ്കിൽ ഒന്നിനെ ആയിരുന്നു അല്ലേ, ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു ആളിനെയൊക്കെ കുറിക്കുന്നത്. എന്നാൽ ഇത് സമൂഹത്തെ കുറിക്കുന്നതാണ് സാമാന്യനാമം. ജനങ്ങൾ, മൃഗം, പക്ഷി, കുന്നുകൾ, പട്ടണം, പുഴ, അതുപോലെ കെട്ടിടങ്ങൾ. ഇനി മേയനാമം. മേയനാമം എന്ന് പറഞ്ഞാൽ ജാതി വ്യക്തി ഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന നാമമാണ് മേയനാമം. അപ്പോൾ ജാതി വ്യക്തി ഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ. പ്രകൃതി പ്രതിഭാസങ്ങൾ മേയനാമമാണ്. പാറ, വൈദ്യുതി, മിന്നൽ, മേഘം, തുണി, അഗ്നി, കാറ്റ്, തിരമാല, ഇരുട്ട്, ആകാശം തുടങ്ങിയൊക്കെ മേയനാമത്തിൽ വരുന്നതാണ്. അടുത്തത് സമൂഹനാമമാണ്. ഒരു കൂട്ടത്തിൽ അർത്ഥം ധ്വനിപ്പിക്കുന്ന നാമമാണ് സമൂഹനാമം. അതിൽ പറ്റം, കുലം, സഭ, വംശം, പടല തുടങ്ങിയവയാണ് അതിൽ വരുന്നത്. ഇനി സർവനാമമാണ്. അതിൽ വരുന്നത് അവൻ, അവൾ, അത്. ഇനി ക്രിയാനാമമാണ് അടുത്തത് പഠിക്കുന്നത്. ഏതെങ്കിലും ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം. നേടുക എന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമപദമാണ് നേട്ടം. പാട്ട്, ചിരി, ഓട്ടം, ഊഹം, തൂക്കം ഇവയെല്ലാം ക്രിയാനാമങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഗുണനാമമാണ്. എന്തിൻ്റെയെങ്കിലും ഗുണത്തെ അല്ലെങ്കിൽ ധർമ്മത്തെ കുറിക്കുന്ന നാമമാണ് ഗുണനാമം. മണം, ദയ, ഉയരം, ലാളിത്യം, സ്നേഹം, ഓർമ്മ, തിളക്കം, കറുപ്പ്, ചെറുപ്പം. ഇനി സർവനാമമാണ്. നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായ പദമാണ്. എല്ലാ നാമപദങ്ങൾക്കും പകരം ഉപയോഗിക്കാവുന്ന പദങ്ങളെയാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഒരേ നാമപദം ആവർത്തിക്കുന്നത് കൊണ്ടുള്ള വിരസത ഒഴിവാക്കാനാണ് സർവനാമം ഉപയോഗിക്കുന്നത്. അവൻ, അവൾ, അത് തുടങ്ങിയവയാണ് ആ ഒരു സർവനാമത്തിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് അതിൽ വരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഓക്സിലറി വെർബാണ് കേട്ടോ. ഇംഗ്ലീഷിൽ ഓക്സിലറി വെർബാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. നോക്കാം. ഓക്സിലറി വെർബിനെ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയാറുണ്ട്. ഹെൽപ്പിംഗ് വെർബ്. ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വെർബുകളുണ്ട്. അതിനെ പ്രൈമറി ഓക്സിലറീസ് എന്നും മോഡൽ ഓക്സിലറീസ് എന്നും പറയുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പ്രൈമറി ഓക്സിലറീസ് നോക്കാം. ബി ഫാമിലിയിൽ വരുന്നതാണ് ആം, ഈസ്, ആറ്, വാസ്, വേറ് എന്നിവ ബി ഫാമിലിയാണ്. ഡു ഫാമിലി ആണെങ്കിൽ ഡു, ഡസ്, ഡിഡ് എന്നിവയാണ്. ഹാവ് ഫാമിലിയാണ് ഹാവ്, ഹാസ്, ഹാഡ്. ഇനി മോഡൽ ഓക്സിലറീസ് ഉണ്ട്. അത് വരുന്നത് വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഓട്ട് ടു, നീഡ്, ഡയർ. അപ്പം ഇത്രയുമാണ് മോഡൽ ഓക്സിലറീസ്. പ്രൈമറി ഓക്സിലറീസിനെ ഓക്സിലറി വെർബ്സ് ആയിട്ടും മെയിൻ വെർബ്സ് ആയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ പ്രൈമറി ഓക്സിലറീസിനെ നമുക്ക് ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാം. ഹി ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ. ഇവിടെ ഈസ് ഓക്സിലറി വെർബായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അടുത്ത എക്സാമ്പിൾ നോക്കുക. ഹി ഈസ് എ ടീച്ചർ. ഇവിടെ മെയിൻ വെർബായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് ഈസ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ മോഡൽ ഓക്സിലറി ആർ മെയിൻലി യൂസ്ഡ് ആസ് ഓക്സിലറീസ് ആൻഡ് നോട്ട് ആസ് മെയിൻ വെർബ്സ്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോഡൽ ഓക്സിലറീസ് എന്താണെന്നില്ല മെയിൻ വെർബായിട്ട് ഉപയോഗിക്കില്ല. അത് ഓക്സിലറി ആയിട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചു പ്രൈമറി ഓക്സിലറീസ് ആണെങ്കിൽ മെയിൻ വെർബായിട്ടും ഓക്സിലറി ആയിട്ടും ഉപയോഗിക്കും. പക്ഷേ മോഡൽ ഓക്സിലറി മെയിൻ വെർബായിട്ട് ഉപയോഗിക്കില്ല, ഓക്സിലറി വെർബായിട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പം അതിൽ തന്നെ നീഡും ഡയറും ഉണ്ട്. പക്ഷെ ആ നീഡും ഡയറും സെമി മോഡൽസ് ആണ്. അതുകൊണ്ട് അത് എന്തായിട്ടാണ് മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കും. ഇനി യൂസസ് ഓഫ് പ്രൈമറി ഓക്സിലറീസ്. ആം ഈസ് യൂസ്ഡ് വിത്ത് ഐ ഇൻ ദ പ്രസൻറ്റ് ടെൻസ്. അപ്പം ആം എന്തിനോടൊപ്പമാണ് ഉപയോഗിക്കുക? ഐയോടൊപ്പമാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ ഐ ആം എ സ്റ്റുഡൻറ്റ്. ഈസ് യൂസ്ഡ് വിത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ്. അപ്പം പ്രസൻറ്റ് ടെൻസിൽ എന്താണ് തേർഡ് പേഴ്സൺ ഷീ ഈസ് എ ടീച്ചർ. ഷീ ഈസ് മൂന്നാമതൊരാളെ പറയുമ്പോഴാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുക. എന്താണ് പ്രസൻറ്റ് ടെൻസിലാണ്. ഇനി ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂരൽ സബ്ജക്റ്റ് ഇൻ ദ പ്രസൻറ്റിൽ തന്നെ ആറ് ഉപയോഗിക്കുന്നത് ഒരു പ്ലൂരൽ സബ്ജക്റ്റിനോടൊപ്പമാണ് നമ്മൾ ആറ് ഉപയോഗിക്കുക. ദേ ആർ എംപ്ലോയീസ് അങ്ങനെ പറയുമ്പം. ഇനി വാസ് ഈസ് യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്റ്റ് ഇൻ ദ പാസ്റ്റ്.
വാസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം പാസ്റ്റിൽ ഒരു കാര്യം പറയുമ്പോഴാണ് വാസ് ഉപയോഗിക്കുക. ഇറ്റ് വാസ് ഫൈൻ, ഹി വാസ് ഹാപ്പി, അങ്ങനെ വരുന്നത്. ഇനി വേർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂരൽ സബ്ജക്റ്റ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ വേർ ഉപയോഗിക്കുന്നതോ പ്ലൂരൽ സബ്ജക്റ്റിനോടൊപ്പമാണ് വേർ ഉപയോഗിക്കുക, അതും പാസ്റ്റിൽ തന്നെയാണ് ഉപയോഗിക്കുക. ദേ വേർ പ്രസൻറ്റ്. ഇനി ഡു ആണെങ്കിൽ ഡു ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂരൽ സബ്ജക്ട്സ് ഇൻ ദ പ്രസൻറ്റ്. പ്രസൻറ്റിൽ ഒരു കാര്യം പറയുമ്പോൾ പ്ലൂരൽ സബ്ജക്റ്റിനോടൊപ്പമാണ് ഡു ഉപയോഗിക്കുന്നത്. ലേഡീസ് എൻജോയിൽ ഡു ഉണ്ട് കേട്ടോ. എൻജോയ് വാച്ചിങ് സീരിയൽസ് ഓൺ ദ TV. ഇപ്പോൾ പ്രസൻറ്റിൽ പറയുന്ന ഒരു കാര്യമാണ്, അതിനോടൊപ്പം പ്ലൂരലായിട്ട് ലേഡീസ് പ്ലൂരലാണ് അല്ലേ, അപ്പം അതിനോടൊപ്പമാണ് ഡു ഉപയോഗിക്കുന്നത്. ഡു പ്ലസ് എൻജോയ് ആണ് എൻജോയ്. ഇനി ഡസ് ഈസ് യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്റ്റ് ഇൻ ദ പ്രസൻറ്റ്. ഡസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അത് സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പമാണ്, എന്നാൽ പ്രസൻറ്റിൽ തന്നെയാണ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഡസ് പ്ലസ് ബോയിലാണ് ബോയിൽസ്. ഇതിലെ ബോയിൽസിൽ ഡു ഉണ്ട്. ഇനി ഡിഡ് ഈസ് യൂസ്ഡ് വിത്ത് ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂരൽ സബ്ജക്ട്സ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ പറയുമ്പോഴാണ് ഡിഡ് ഉപയോഗിക്കുക, അത് സിംഗുലറിനോടൊപ്പം പ്ലൂരലിനോടൊപ്പം ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് റെയിൻഡ് ഹിയർ. റെയിൻഡിൽ നമുക്ക് ഡിഡ് പ്ലസ് റെയിനാണ് റെയിൻഡ്. അതുപോലെ ഇതിൽ റെയിൻഡിൽ ഡിഡുണ്ട്. മഞ്ജു ആൻഡ് രഞ്ജു ഡിഡ് നോട്ട് കം ഹിയർ. അപ്പം അതൊരു പാസ്റ്റിൽ പറയുന്ന കാര്യമായിട്ടാണ് കേട്ടോ. അപ്പം അതിൽ ഡിഡ് ഉപയോഗിക്കും. ഇനി ഹാവ് ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂരൽ സബ്ജക്ട്സ് ഇൻ ദ പ്രസൻറ്റ്. ഹാവ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അത് പ്ലൂരൽ സബ്ജക്റ്റിനോടൊപ്പമാണ് ഹാവ് യൂസ് ചെയ്യുക, അത് പ്രസൻറ്റിലാണ് യൂസ് ചെയ്യുക. ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂരൽ സബ്ജക്റ്റ് ഇൻ ദ പ്രസൻറ്റ്. വി ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറയുമ്പോഴാണ് ഹാവ് ഉപയോഗിക്കുക. ഹാസ് ഈസ് യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്റ്റ് ഇൻ ദ പ്രസൻറ്റിൽ തന്നെ ഹാസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? അത് സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പമാണ് ഹാസ് ഉപയോഗിക്കുക. മോഹൻ ഹാസ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഇനി ഹാർഡ് ആണെങ്കിലോ, ഹാർഡ് ഈസ് യൂസ്ഡ് വിത്ത് ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂരൽ സബ്ജക്റ്റ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ എന്ത് ചെയ്യാം? അത് സിംഗുലറിനോടൊപ്പം പ്ലൂരലിനോടൊപ്പം ഹാർഡാണ് യൂസ് ചെയ്യുക. ഇനി യൂസസ് ഓഫ് മോഡൽ ഓക്സിലറീസ് ആണ് നോക്കുന്നത്. മോഡൽ ഓക്സിലറിക്ക് ശേഷം ക്രിയയുടെ ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം. അപ്പോൾ വില്ലാണ് കേട്ടോ ഫസ്റ്റ് നോക്കുന്നത്, വില്ലാണ്. ഇൻ ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് പേഴ്സൺസ് യു, ദേ, ഹി, ഷീ, ഇറ്റ് വിൽ എക്സ്പ്രസ് ഫ്യൂച്ചർ. ഇപ്പോൾ വില്ല് ഉപയോഗിക്കുക എന്താണ്? ഇൻ ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് പേഴ്സൺസിനോടൊപ്പമാണ്. അതിൽ ആരൊക്കെയാണ്? യു, ദേ, ഷീ, ഹി, ഇറ്റ്. അതിനോടൊപ്പമാണ്. അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോഴാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുക. എഴുതും, ചെയ്യും, ഞാൻ ഉറപ്പായും ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് വില്ലിൽ വരിക. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ദേ വിൽ കം ഹിയർ ടുമോറോ. നാളെ എന്തായാലും വരുന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ തന്നിട്ടുള്ളത്. ഇനി ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ ഐ അല്ലെങ്കിൽ വി വിൽ എക്സ്പ്രസ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഐയോടൊപ്പവും വിയോടൊപ്പവും വില്ല് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിശ്ചയദാർഢ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ എന്താണ്? അതിൽ ഉറപ്പായിട്ടും ചെയ്യണ ഒരു കാര്യം, അതാണ് വി വിൽ ഡു ഇറ്റ്. എന്തായാലും എനിക്കത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ചെയ്യും എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ്. ഇനി വിൽ യു ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് കമാൻഡ് ഓർഡർ. ഇപ്പോൾ വിൽ യു എന്ന് പറയുമ്പം എന്താണ്? അത് ഒരു കമാൻഡിനോടോ അല്ലെങ്കിൽ ഓർഡറുമായിട്ടും, ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ഒരു കമാൻഡായിട്ടും അല്ലെങ്കിൽ ഓർഡറായിട്ടും ആണെങ്കിൽ വിൽ യു ഉപയോഗിക്കുക. വിൽ യു ഗോ ഔട്ട് ഓഫ് ദ ക്ലാസ്, വിൽ യു ഗോ ഔട്ട് ഓഫ് ദ ക്ലാസ്. അങ്ങനെ കമാൻഡായിട്ടാണ് നമ്മൾ വിൽ യു ഉപയോഗിക്കുന്നത്. ഇനി വുഡാണ്. വുഡ് ഈസ് യൂസ്ഡ് ആസ് ദ പാസ്റ്റ് ഫോം ഓഫ് വിൽ ഇൻ ദ സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് ദ മെയിൻ ക്ലോസ് ഈസ് ഇൻ ദ പാസ്റ്റ് സിമ്പിൾ ടെൻസ്. അപ്പോൾ വുഡ് ഉപയോഗിക്കുന്നത്, വുഡ് ഈസ് യൂസ്ഡ് ആസ് ദ പാസ്റ്റ് ഫോം ഓഫ് വിൽ ഇൻ ദ സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് ദ മെയിൻ ക്ലോസ് ഈസ് ഇൻ ദ പാസ്റ്റ് സിമ്പിൾ ടെൻസ്. അപ്പം
അപ്പോൾ വുഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റിലുള്ള ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാസ്റ്റിലുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ പറയുമ്പോഴാണ്, പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യത്തെ പറയുമ്പോഴാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്. ഇനി വുഡ് യു ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ പൊളൈറ്റ് റിക്വസ്റ്റ്. പൊളൈറ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എത്രയും ഇതായിട്ട് താഴ്മയോടെ ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വുഡ് യു പ്ലീസ്, വുഡ് യു ലെൻഡ് മീ യുവർ പെൻ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി ഷാൾ യൂസ് ചെയ്യുന്നത്, ഷാള് ചെയ്യാം എഴുതാം എന്നുള്ള ഒരർത്ഥത്തിലാണ് ഷാൾ ഉപയോഗിക്കുന്നത്. അതിൽ ഷാൾ ഈസ് യൂസ്ഡ് വിത്ത് ദ ഫസ്റ്റ് പേഴ്സൺ ടു എക്സ്പ്രസ് ഫ്യൂച്ചർ. ഷാള് ഐ ഷാൾ റൈറ്റ് ദ നെക്സ്റ്റ് എക്സാം, ഐ ഷാൾ റൈറ്റ് ദ നെക്സ്റ്റ് എക്സാം. ഷാൾ ഈസ് യൂസ്ഡ് വിത്ത് ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് പേഴ്സൺ ടു എക്സ്പ്രസ് കമാൻഡ് ഓർ പ്രോമിസ്. അതുപോലെ എക്സാമ്പിൾ വന്നിട്ടുള്ളത് യു ഷാൾ നോട്ട് ഗോ ദർ, ഹീ ഷാൾ ഗെറ്റ് ദ ജോബ്. ഷാൾ ഈസ് യൂസ്ഡ് ടു സീക്ക് പെർമിഷൻ, അനുവാദം തേടാൻ വേണ്ടിയിട്ടും ഷാൾ ഉപയോഗിക്കും. ഐ ഷാൾ ടേക്ക് ലീവ്, അങ്ങനത്തെ ഏറ്റവും താഴ്മയോടെ ഷാൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഷുഡ് ആണെങ്കിൽ ഷുഡും ഫ്യൂച്ചർ പാസ്റ്റ് ആണ് കേട്ടോ. ഷുഡ് ഷാളിൻ്റെ ഫ്യൂച്ചർ പാസ്റ്റ് ആണ്. ഷുഡ് ഈസ് യൂസ്ഡ് ആസ് ദ പാസ്റ്റ് ഫോം ഓഫ് ഷാൾ ഇൻ ദ സബോർഡിനേറ്റീവ് ക്ലോസ് ഇഫ് ദ ടെൻസ് ഓഫ് ദ മെയിൻ ക്ലോസ് ഈസ് ഇൻ പാസ്റ്റ്. ഹീ ടോൾഡ് മീ ദാറ്റ് ഹീ ഷുഡ് ബേ എ ഹൗസ്. അപ്പോൾ എന്താണ്, അതൊരു ഫ്യൂച്ചർ പാസ്റ്റിലാണ് അത് ഉപയോഗിക്കുന്നത്. ഷുഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഡ്യൂട്ടി. അപ്പോൾ ഒരു കടമയെ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ കടപ്പാടിനെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷുഡ് എപ്പോഴും യൂസ് ചെയ്യുക. വി ഷുഡ് ഒബേ അവർ പേരൻസ്. പിന്നെ ഈ ഒന്ന് ഓർത്ത് വെക്കുക, ലെസ്റ്റിൻ്റെ കൂടെ എപ്പോഴും ഷുഡാണ് വരിക കേട്ടോ. ലെസ്റ്റ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിൽ ഫസ്റ്റ് ലെസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഷുഡാണ് വരിക എന്ന് ഓർത്ത് വെക്കുക. ഇനി ക്യാൻ ആണ്. ക്യാൻ ഈസ് യൂസ്ഡ് എക്സ്പ്രസ് എബിലിറ്റി. ക്യാൻ ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ഐ ക്യാൻ സ്വിം അക്രോസ് ദ റിവർ, അതൊരു എബിലിറ്റി ആണല്ലോ. അപ്പം നീന്താൻ കഴിയും എന്നുള്ളത് ഒരു എബിലിറ്റിയാണ്. എബിലിറ്റിനെ സൂചിപ്പിക്കുമ്പോൾ എന്താണ്, അത് ക്യാനാണ് ഉപയോഗിക്കുക. ദിസ് ബോക്സ് ക്യാൻ കണ്ടെയ്ൻ 10 കിലോഗ്രാം ഓഫ് ഷുഗർ, അതൊരു കപ്പാസിറ്റീനെ സൂചിപ്പിക്കുന്നതാണ്. ക്യാൻ യു ലിഫ്റ്റ് ദിസ് ബോക്സ്, കപ്പാസിറ്റീനെ സൂചിപ്പിക്കാൻ. ഇനി കുഡാണ്. കുഡാണെങ്കിൽ കുഡ് ഈസ് യൂസ്ഡ് ആസ് ദ പാസ്റ്റ് ഫോം ഓഫ് ക്യാൻ ഇഫ് ദ ടെൻസ് ഓഫ് ദ മെയിൻ ക്ലോസ് ഈസ് പാസ്റ്റ്. ഒരു പാസ്റ്റിൽ പറയുന്നതാണ് കേട്ടോ കുഡ്. ഇപ്പോൾ ക്യാനിൻ്റെ പാസ്റ്റാണ് കുഡ്. ഷീ ആസ്ക്ഡ് മീ വെദർ ഐ കുഡ് മാരി ഹർ, അങ്ങനെയാണ്. ഇനി കുഡ് യു പ്ലീസ് ഈസ് ദ മോസ്റ്റ് പൊളൈറ്റ് വേ ഓഫ് മേക്കിംഗ് എ റിക്വസ്റ്റ്. ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുക. അതുപോലെ കുഡ് യു പ്ലീസ് ഷോ മീ ദ ഷോർട്ടസ്റ്റ് വേ ടു ദ ബസ് സ്റ്റാൻഡ്, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്നതാണ് അതിലേറ്റവും പൊളൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. ഇനി മേ ആണ്. മേ എന്ന് പറയുന്നത് സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. മേ ഈസ് യൂസ്ഡ് ദ ഫോർമൽ വേ ഓഫ് സീക്കിംഗ് പെർമിഷൻ. അപ്പോൾ മേ ഐ കമ്മിങ് സർ, അതുപോലെ ഇത്രയും താഴ്മയോടെ നമ്മൾ ചോദിക്കൂലേ, അതിനെയാണ്. ഇനി മേ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി വിത്ത് വിഷ് എക്സെട്ര. അപ്പം നമ്മളിപ്പോൾ നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മേ ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുക. ഇറ്റ് മേ റെയിൻ ടുഡേ, അങ്ങനെ മേ ഉപയോഗിക്കും. അത് പോസിബിലിറ്റിനെയും അതുപോലെ തന്നെ മേ ഗോഡ് ബ്ലെസ് യു വിഷ് ചെയ്യുമ്പോഴും നമ്മൾ മേ ആണ് ഉപയോഗിക്കുക. ഇനി മൈറ്റ് ആണെങ്കിൽ അത് സാധ്യത കുറവിനെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൈറ്റ് ഈസ് യൂസ്ഡ് ദ പാസ്റ്റ് ഫോം ഓഫ് മേ ഇൻ ദ സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് ദ മെയിൻ ക്ലോസ് ഈസ് പാസ്റ്റ്. ഇപ്പോൾ പാസ്റ്റിൽ പറയുന്നതാണ് മൈറ്റ്. മൈറ്റിൽ രാജു സഡ് ദാറ്റ് ഹീ മൈറ്റ് ബേ എ കാറ്. അപ്പം എന്താണ്, അത് പാസ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി മസ്റ്റാണ്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യകതയാണ്. ആവശ്യകതയിൽ മസ്റ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് നെസസിറ്റി ഓഫ് ഒബ്ലിഗേഷൻ. മസ്റ്റ് ഒരു ആവശ്യകതയെ കുറിച്ചിട്ട് പറയുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാകും. യു മസ്റ്റ് ഇംപ്രൂവ് യുവർ ഒക്കാബുലറി, എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി മസ്റ്റ് ഹാസ് നോ പാസ്റ്റ് ഫോം ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാർഡ് ടു ഈസ് യൂസ്ഡ്. ഇനി യൂസ്ഡ് ടു ആണ്. മുമ്പ് പതിവായിരുന്ന കാര്യങ്ങളാണ് കേട്ടോ യൂസ്ഡ് ടുവിൽ വരിക. യൂസ്ഡ് ടു എക്സ്പ്രസസ് എ ഡിസ്കണ്ടിന്യൂഡ് ഹാബിറ്റ്, ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഹാബിറ്റുകൾ. ഐ യൂസ്ഡ് ടു ലിവ് ദർ വെൻ ഐ വാസ് എ ബോയ്.
അപ്പം എന്താണ്, അവിടെ താമസിച്ചിട്ടുണ്ട് മുമ്പ് കുഞ്ഞായിരുന്നപ്പോൾ, ഒരു ബോയ് ആയിരുന്നപ്പോൾ. ഇനി യൂസ്ഡ് ടു ഈസ് ഫോളോവഡ് ബൈ റൂട്ട് ഫോം ഓഫ് വെർബ്, ബട്ട് ഇഫ് എ ബി ഫോം പ്രൊസീഡ്സ് യൂസ്ഡ് ടു ഈസ് ഫോളോവഡ് ബൈ വെർബ് പ്ലസ് ING. ഹി യൂസ്ഡ് ടു വിസിറ്റ് ഹിയർ വെൻ ഹി വാസ് എ ചൈൽഡ്. അതുപോലെ തന്നെ ഹി വാസ് യൂസ്ഡ് ടു വിസിറ്റിംഗ് ഹിയർ വെൻ ഹി വാസ് എ ചൈൽഡ്. അങ്ങനെ. ഇനി ought to ആണ് കടമ. ought to കടമയാണ്. ought to എക്സ്പ്രസസ് മോറൽ ഒബ്ലിഗേഷൻ ആണ്. വി ought to റെസ്പെക്റ്റ് അവർ ടീച്ചേഴ്സ്. അപ്പം ought to എന്ന് പറഞ്ഞാൽ എപ്പോഴും കടമേനെ കുറിച്ചിട്ട് പറയുമ്പോഴാണ് ought to ഉപയോഗിക്കുക. ഇനി നീഡ് ആണെങ്കിൽ അനിവാര്യത. അത് നീഡ് മോഡൽ ഓക്സിലറി ആയിട്ട് വരുമ്പോൾ നെഗറ്റീവ് സെൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹി നീഡ് നോട്ട് ഗോ ദർ. ഹി നീഡ് നോട്ട് ഗോ ദർ. അനിവാര്യതയാണ് കേട്ടോ. അപ്പോൾ അവിടെ നീഡ് മെയിൻ വെർബ് ആകുമ്പോൾ അനിവാര്യതയെ സൂചിപ്പിക്കുന്നു. വൈൽ ഡ്രൈവിംഗ് എവരി വൺ നീഡ്സ് ടു ബി കെയർഫുൾ. ഇനി ഡെയർ ആണ് ധൈര്യം. ഡെയർ മോഡൽ ഓക്സിലറി ആയി വരുമ്പോൾ ധൈര്യത്തെ സൂചിപ്പിക്കുന്നു. ഹി ഡെയറിൻഡ് റൈറ്റ് ദ സിവിൽ സർവീസ് എക്സാം. ഡെയർ മെയിൻ വെർബ് ആയിട്ട് വരുമ്പോൾ വെല്ലുവിളിയെ സൂചിപ്പിക്കുന്നു. ഐ ഡെയർ യു ടു ഡു ദാറ്റ്. 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ദർ യൂസ്ഡ് ടു ബി എ ടൈം വെൻ ഐ റൺ 3 miles അറ്റ് എ സ്ട്രക്ചർ. അതിൽ കുഡാണ് വരിക കേട്ടോ. കുഡാണ് വരിക ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഐ വിഷ് ഐ ഡേഷ് ഹെൽപ്പ് യു. അതിൽ സി ഓപ്ഷൻ ആണ്, കുഡ് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ യു ഡാഷ് വാഷ് ദോസ് ഗ്ലാസസ് ദേ ആർ ക്ലീൻ. അതിൽ നീഡിൻ്റെ ആണ് കേട്ടോ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയുമാണ് ഓക്സിലറീസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളർച്ചയും വികാസവും എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിയിലെ ഒരു ഭാഗമാണ് കേട്ടോ. വളർച്ചയും വികാസവും ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് PDF ഞാൻ തരാം, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് വളരെ കൂടുതലായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ PDF നോക്കിയിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ വ്യത്യാസങ്ങളൊന്ന് പഠിച്ചിട്ട് പോകാം. വളർച്ച എന്ന് പറഞ്ഞാൽ കോശവിഭജനം മൂലം പിണ്ഡത്തിൽ ഉണ്ടാകുന്ന വർധനവാണ് വളർച്ച. വികാസം എന്ന് പറയുന്നത് വ്യക്തിയെ അനുക്രമമായി പരിപക്വനത്തിലേക്ക് നയിക്കുന്ന പുരോഗമനപരമായിട്ടുള്ള മാറ്റമാണ് വികാസം എന്ന് പറയുന്നത്. വളർച്ച പാരിമാണികമാണ്. വളർച്ച എന്ന് പറയുന്നത് പാരിമാണികമാണ്. വികാസം ഗുണാത്മകവുമാണ്. വളർച്ച അനസ്യൂത പ്രക്രിയയല്ല, പരിപക്വനത്തോട് വളർച്ച നിലയ്ക്കുന്നു. എന്നാൽ വികാസം ജനനം മുതൽ മരണം വരെ നടക്കുന്ന അനസ്യൂത പ്രക്രിയയാണ്. പരിപക്വനത്തോടു കൂടി വികാസം അവസാനിക്കുന്നില്ല. വളർച്ച ഘടനാപരവും ശാരീരികപരവുമാണ്. വികാസമാണെങ്കിൽ വികാസം ശാരീരിക മാത്രമല്ല, അത് സാമൂഹ്യ, വൈജ്ഞാനിക, വൈകാരിക, സാൻമാർഗിക ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന സമഗ്രമായിട്ടുള്ള വളർച്ചയാണ്. വളർച്ച ബാഹ്യമായ മാറ്റങ്ങളെ കുറിക്കുന്നു. വികാസം സാമൂഹികം, വൈജ്ഞാനികം, വൈകാരികം, സാൻമാർഗികം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അത് ആന്തരികമാണ്. വളർച്ചയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സഞ്ചിതമായതിനാൽ നേരിട്ട് നിരീക്ഷിക്കുവാനും മാപനം ചെയ്യുവാനും സാധിക്കുന്നു. വികാസം ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലതും വളർച്ചയിലേതുപോലെ കൃത്യമായിട്ട് മാപനം ചെയ്യാൻ സാധ്യമല്ല. ഇനി വളർച്ച വികാസത്തിന് കാരണമാകാം, അല്ലെന്നും വരാം. വികാസമാണെങ്കിൽ വളർച്ചയില്ലാതെ തന്നെ ഉണ്ടാകാം. വളർച്ച വികാസ പ്രക്രിയയിലെ മറ്റ് അംശങ്ങളിൽ ഒന്ന് മാത്രമാണ്. വികസനം കൂടുതൽ വിപുലവും സമഗ്രവും ആണ്. അത് വ്യക്തിയുടെ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു. വളർച്ച പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്. നന്നായിട്ട് പഠിക്കുക. താങ്ക്